ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രത്യേക സംവാദ പരിപാടി ഇന്ന് ഉള്ളത് കോട്ടയം ജില്ലയിലെ വിജയപുരം ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിലെ സമഗ്രമായിട്ടുള്ള വികസനം നടന്നിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പൊതുജനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഏവരെയും ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡയസിലേക്കുള്ള വിശിഷ്ട വ്യക്തികളെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി, സ്നേഹത്തോടെ സ്വാഗതം. LDF പ്രതിനിധി ബിജു PT സ്വാഗതം ചെയ്യുന്നു. UDF പ്രതിനിധി സുരേഷ് ബാബുവിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. BJP പ്രതിനിധിയായി CM പത്മകുമാറിനെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോടാണ്, ഈ 5 വർഷക്കാലം വിജയപുരം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എന്തൊക്കെയാണ് പ്രസിഡന്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണസമിതിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുള്ള പ്രവൃത്തികൾ? ആദ്യം തന്നെ ദൃശ്യ പോരാട്ടം 2025 ഇങ്ങനെയൊരു അവസരം ഈ വിജയപുരം ഗ്രാമപഞ്ചായത്തിന് ഒരുക്കി തന്നതിന് അഭിനന്ദിക്കുന്നു. 2020 ഡിസംബർ 27 ഞങ്ങൾ ഈ ഭരണസമിതിയുടെ അധികാരമേൽക്കുന്നത്. ഈ പഞ്ചായത്തിൽ 19 വാർഡുകളുണ്ട്. അത് കാർഷിക മേഖല കുറവാണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ ബാധിക്കുന്ന 5 പ്രദേശങ്ങളുണ്ട്. ഈ 2020-21 നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തെ തന്നെ നടുക്കിയ കോവിഡ് എന്ന മഹാമാരി, ആ കാലഘട്ടത്തിലാണ് ഈ ഭരണസമിതി അധികാരത്തിലേറുന്നത്. ആ സമയത്ത് പൊതുജനങ്ങളുടെ ആരോഗ്യവും അവരുടെ ജീവനെയും രക്ഷിക്കുക എന്നുള്ള ഒറ്റ കടപ്പാടും ആ ഒരു തീരുമാനം മാത്രമാണ് ആ ഭരണസമിതിക്ക് നടത്താനുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വാർഡിലെ എല്ലാ ജനങ്ങൾക്കും കോവിഡ് സെൻ്ററുകളിൽ എത്തുന്നതിനും അവിടുന്ന് കോവിഡ് സെൻ്ററുകളിൽ നിന്ന് വീടുകളിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ 10 ലക്ഷം രൂപ ചെലവഴിക്കി നമ്മൾ ഒരു ആംബുലൻസ് സർവീസ് ഇവിടെ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ കോവിഡ് രോഗികൾക്ക് ഭവനങ്ങളിൽ ഭക്ഷണങ്ങൾ എത്തിക്കുന്ന ഇതിനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം തന്നെ നമുക്കറിയാം, ആ കാലഘട്ടങ്ങളിൽ വളരെയേറെ മരണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ടായി. പലപ്പോഴും ഇവിടെ ഒരു ക്രെമിറ്റോറിയയിലായിരുന്നു. ആ ക്രെമിറ്റോറിയത്തിൻ്റെ ഒരു ചിന്തയുണ്ടാകുന്ന തന്നെ കോവിഡിനോടനുബന്ധിച്ച് നടന്ന മരണത്തിൻ്റെ കണക്കുകളാണ്. ഞങ്ങൾ ഏറ്റുമാനൂർ, കിടങ്ങൂർ, കോട്ടയം ഈ പ്രദേശങ്ങളിലാണ് ഞങ്ങൾ മൃതദേഹങ്ങൾ സംസ്കരിച്ചുകൊണ്ടിരുന്നത്. അതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഈ പഞ്ചായത്തിൻ്റെ ഒരു ക്രെമിറ്റോറിയ ആവശ്യമാണെന്ന്. അങ്ങനെ 1.25 കോടി രൂപയോളം മുടക്കി ഇന്ന് ആ ക്രെമിറ്റോറിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരണത്തിലാണ്. ഏതാണ്ട് ഈ മാസം 20 തന്നെ അത് ഉദ്ഘാടനം ചെയ്യും. രണ്ടാമത് ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ആരോഗ്യരംഗത്ത് ഈ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രം ഒരു തനത് പദ്ധതിയാണ് കരുതൽ. നമുക്കറിയാം, വളരെയധികം മരുന്നുകൾ, മാരക രോഗങ്ങൾ ബാധിക്കുന്നവർക്ക് മരുന്നുകൾ ലഭിക്കണമെങ്കിൽ വളരെയധികം തുക ചെലവഴിക്കേണ്ടി വരുന്നു. അതിനുവേണ്ടി തന്നെ വരുമാന പരിധി ഇല്ലാതെ തന്നെ ഞങ്ങൾ അവർക്ക് മരുന്ന് കൊടുക്കുന്ന, വീടുകളിലെത്തിച്ച് ആശാപ്രവർത്തകരാൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി ഇവിടെ രൂപീകരിക്കുകയും അതിന് വർഷം 10 ലക്ഷം രൂപയോളം ഞങ്ങൾ വകയിരുത്തി അത് നടന്നു വരുന്നു. അതുപോലെ നമുക്കറിയാം, വനിതകൾക്കുള്ള പദ്ധതികളിൽ ഈ പഞ്ചായത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ നിലയിൽ, 2ാം നിലയിൽ ഒരു ഫിറ്റ്നസ് സെൻറ്റർ 40 ലക്ഷം രൂപയോളം മുടക്കി ഞങ്ങൾ ആ ഫിറ്റ്നസ് സെൻറ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഇപ്പം 60-70 ആളുകൾ. നമുക്കറിയാം, ഇത് മറ്റ് ഫിറ്റ്നസ് സെൻറ്ററുകളിൽ 1500-2000 രൂപ മേടിക്കുമ്പോൾ വെറും 500 രൂപ മാസം മേടിച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തു പോരുന്നത്. അതുപോലെ തന്നെ ഒരു ടൂറിസം മേഖല, നമുക്കറിയാം, മീനന്തറിയാറിൻ്റെ പ്രദേശം വളരെ സൗന്ദര്യാത്മകമായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഒരു ടൂറിസം കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തിൽ അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കും, അതുപോലെ തന്നെ ഡിസംബർ 31 ഒരു കാർണിവൽ പ്രോഗ്രാമും ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് ജനങ്ങൾക്ക് വളരെയേറെ സന്തോഷം ചെയ്യുന്നതും സായാഹ്ന സമയങ്ങളിൽ അവിടെ ചെന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പൊൻപള്ളിയുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി അവിടെയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പിന്നെ നമുക്ക് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൃത്യമായി അവരുടെ നിന്ന് ഫീസുകൾ ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നതിനും വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും
ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ നമുക്കാണ്ട് നെല്ലിന് വേണ്ടി തന്നെ 40 ഹെക്ടറോളം, അതായത് 1 കോടി രൂപയോളവും വരുന്ന നെല്ല് സംഭരണം നമ്മൾ സപ്ലൈക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിൽ മാങ്ങാനം, ചെമ്പരപ്പള്ളി പാടശേഖരം, അതുപോലെ തന്നെ വടവാതൂർ പാടശേഖരത്തൊക്കെ നമ്മൾ നെൽകൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഫ്രണ്ട് ഓഫീസ്, ജനങ്ങൾക്കിവിടെ ഏത് സമയത്ത് നല്ല രീതിയിൽ വന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ ഞങ്ങൾ ചെയ്തു വരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ക്രമിറ്റോറിയം പണിയുന്നു ആരോഗ്യ മേഖലയിൽ, അതുപോലെ തന്നെ വനിതകൾക്ക് വേണ്ടിയുള്ള ഫിറ്റ്നസ് സെൻ്ററുകൾ, പഞ്ചായത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാർഷിക മേഖല, ടൂറിസം മേഖലയിലൊക്കെ വികസനം നടത്തിയെന്ന് പറയുന്നു. അടുത്ത ചോദ്യം വരുന്നത് LDF പ്രതിനിധിയോടാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളും ഈ കാലയളവിൽ ഇവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് മീനച്ചിലാറിനും കൊടൂരാറിനും ഇടയ്ക്ക് തെക്ക് വശം കൊടൂരാറും കിഴക്ക് വശം മീനച്ചിലാറും അതിര് പങ്കിടുന്ന പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ്. പക്ഷേ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ യോഗത്തിൽ ആദ്യ ബഡ്ജറ്റ് സെക്ഷനിൽ ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു, നമുക്ക് വളരെ കുറച്ച് പാടശേഖരങ്ങളുള്ളൂ. ഒരു പ്രാദേശിക സർക്കാർ എന്നാണ് പഞ്ചായത്തിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ സ്വപ്നമുണ്ടായിരിക്കണം, എയിമുണ്ടായിരിക്കണം. നമുക്ക് ഒരു 100% കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താക്കി വളരെ കുറച്ച് പാടശേഖരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ കഴിയും. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തണമെന്ന് പറയുന്നത്. എൻ്റെ വാർഡിൽ ഒഴിച്ച് ഒരു സ്ഥലത്തും എങ്ങാണ്ടൊക്കെ വിതച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ കൊയ്തെടുത്തിട്ടില്ല. ഒരു 5-8 വർഷമായി എൻ്റെ വാർഡിൽ വളരെ കൃത്യമായി ആ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന, പ്രസിഡന്റ് ഇവിടെ മേനി നടിച്ചു, എൻ്റെ ഫിറ്റ്നസ് സെൻറ്റർ, ടൂറിസം പദ്ധതി, ഇതൊക്കെ ചെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഏതാണ്ട് 10-15-20 ലക്ഷം രൂപയ്ക്കടുത്ത് മുടക്കി നിർമ്മിച്ച ഈ ടൂറിസം സെൻറ്റർ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ഇവിടെ വാനും നിങ്ങൾക്ക് സംവിധാനങ്ങളുമൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പോയി കണ്ടു നോക്ക്. അവിടെ എത്ര രൂപ യഥാർത്ഥത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് തികഞ്ഞ അഴിമതിയും അതുപോലെ തന്നെ അലംഭാവവുമാണ് നടന്നത്. കേവലം യാന്ത്രികമായി ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതിലപ്പുറമായി ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരു സ്വപ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ ഇന്ന കാര്യം പൂർത്തീകരിക്കണമെന്ന ആ അചഞ്ചലമായ ആത്മവിശ്വാസമോ ഒന്നുമില്ല. കഴിഞ്ഞ 5 വർഷക്കാലം പ്രസിഡൻ്റായിട്ടിരിക്കുവാൻ നമ്മുടെ പ്രസിഡൻറ്റിന് ഭാഗ്യം സൃഷ്ടിച്ചു, ഒരു സംഭരണമായതുകൊണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ സ്വഭാവം വെച്ച് ഓരോ വർഷം ഓരോ പ്രസിഡൻ്റായിട്ട് മാറി മാറി വന്നേനെ. പക്ഷേ എന്നിട്ട് പോലും ഈ മേഖലകളിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡൻറ്റും ഒരു കോൺഗ്രസിൻ്റെ ഭരണസമിതിയും ആയി തീരുകയാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് തുടങ്ങിയത് തന്നെ നല്ല കാര്യമാണ്. നമ്മുടെ ലോകം മുഴുവൻ കോവിഡ് വന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന ആ സമയത്ത് കേരളം ഒരു അത്ഭുത ആരവങ്ങളോടുകൂടി ലോകത്തിൻ്റെ ആകെ തന്നെ ശ്രദ്ധയിൽ വരികയും ആ പ്രവർത്തനങ്ങളാകെ തന്നെ ഏറ്റവും മാതൃകാപരമായും ഏറ്റവും നല്ല രൂപത്തിൽ നടത്തുവാൻ കേരളത്തിന് പൊതുവിൽ കഴിഞ്ഞു എന്നതാണ്. അതിപ്പം ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ മേഖലകളിലും ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലൊക്കെ നദിയിലൂടെയൊക്കെ തന്നെ ശവങ്ങൾ ഒഴുകി നടക്കുന്ന ഏറ്റവും ദയനീയമായ കാഴ്ചയും അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. കേരളം അതിനൊക്കെ മാതൃകയാണ്. അത് കേരളത്തിൻ്റെ തനത് സ്വഭാവവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ തനത് ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങളും പുരോഗതിയുമാണ് ആ മേഖലയിലാകെ തന്നെ ഈ രൂപത്തിൽ ഉയർന്നു വരുവാൻ ഇടവന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം അതായത് ഈ പഞ്ചായത്തിൻ്റെ ഒരു കഴിവല്ല, ഈ പഞ്ചായത്തിൻ്റെ ഒരു കഴിവല്ല. ഇപ്പം ഈ പഞ്ചായത്ത് മാത്രമാണോ കോവിഡ് കാലത്ത് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത്? എല്ലാ പഞ്ചായത്തും ചെയ്തിട്ടുണ്ട്. അതിപ്പം ഞങ്ങൾ മാത്രം ചെയ്തു എന്ന് പറയുന്നത് അത് പറയേണ്ട പോലും കാര്യമുള്ള കാര്യമല്ല. തനതായിട്ട് എന്തെങ്കിലും ഇവർക്ക് ആ മേഖലകളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ സാധ്യതകളുണ്ടായിരുന്നു. നമ്മൾ ഓരോ ഇത് ഉണ്ടാകുമ്പോഴാണ്, ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനെ അവസരമായി മുതലെടുത്തുകൊണ്ട് അവിടെ നമ്മൾ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നത്. ആ ഒരു ഇച്ഛാശക്തിയൊന്നും കാണിച്ചില്ല, വെറും യാന്ത്രികമായി പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി ഒരു BJP പ്രതിനിധിയോടാണ് ചോദിക്കുവാനുള്ളത്. അതിന് മറുപടി പറയാനുണ്ട്, മറുപടി പറയാം. ഇപ്പം BJP പ്രതിനിധിയോട് ചോദിക്കുകയാണ്, ഈ 5 വർഷക്കാലം ഈ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഭരണം എങ്ങനെയുണ്ടായിരുന്നു? നമസ്കാരം.
ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതായ ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ്. ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതായ പ്രവർത്തനങ്ങളുടെ ഏറ്റവും താഴേക്കിടയിൽ പ്രവർത്തിക്കുന്നതായ അണികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 5 കൊല്ലത്തെ ഈ നമ്മുടെ വിജയപുരം പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് അധ്യക്ഷൻ സോമൻകുട്ടി സാർ ഇവിടെ നമ്മളോട് സൂചിപ്പിച്ചു, 5 കൊല്ലം ഇവർ എല്ലാം കണ്ണില്ലാത്തെല്ലാം പൊന്നാക്കി എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ പാറമ്പുഴയിൽ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. പാറമ്പുഴ തുടങ്ങിയ നമ്മുടെ ഇവിടെ ഇപ്പോൾ നിലവിലുള്ളതായ 19 വാർഡുകൾ കൂടി സഞ്ചരിച്ച് ഇവർ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലാണ്. ഇവിടുന്ന് ഏതാണ്ട് എല്ലാ വാർഡിലെ പ്രതിനിധികളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെയുണ്ട്. ഓരോ വാർഡിലും ഉണ്ടായിരിക്കുന്നതായ വളരെ ശേഷി കുറഞ്ഞ പദ്ധതികൾ, കാരണം വഴിവിളക്കുകൾ ഏതെങ്കിലും തെളിയുന്നുണ്ടോ? റോഡുകൾ മുഴുവൻ കുഴിയായിട്ട് കിടക്കുകയാണ്. ഒരു റോഡിൻ്റെയും പണികൾ പൂർത്തിയാക്കുന്നില്ല. ഇത് വലിയ വിപുലമായ ഫ്ലെക്സ് ബോർഡുകൾ, ആർക്കെന്നാലും അതിനേക്കാളും 10 ഒക്കെ ആയിട്ടുള്ളതായ ഫ്ലെക്സ് ബോർഡുകൾ നമ്മുടെ ഇവിടുത്തെ MLA യുടെ ഒരു ഫോട്ടോ വെച്ച് അതിൻ്റെ ചുവട്ടിലായിട്ട് ഇതിനെ പോറ്റി വളർത്തുന്ന കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരുടെയും കൂടെ ഫോട്ടോ വെച്ചാണ് ഇവിടെ അവർ കുറേ ഫ്ലെക്സുകൾ വെക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി യാതൊരു വികസനങ്ങളും ചെയ്യുന്നില്ല. നമുക്കിവിടെ 2-3-4 സ്ഥലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കേണ്ടതുണ്ട്. ഇവിടെ പാറമ്പുഴ ആശുപത്രിയോടനുബന്ധിച്ച് തന്നെ വലിയൊരു പന്തുകളം, ഈ നാടിൻ്റെ ഏറ്റവും അഭിമാനമായ ഏറ്റവും വലിയൊരു പന്തുകളം അവിടെയുണ്ട്. അതൊന്ന് വന്നിവിടെ നിന്ന് ഈ ദൃശ്യ ചാനലുകാർ തന്നെ വന്നൊന്ന് കാണണം. അത് പൂർണ്ണമായിട്ടും രാത്രിയാകുന്ന സമയത്ത് സമൂഹദ്രോഹികളായിട്ടുള്ളവർ വന്ന് കയറി അവിടെ കയ്യേറിയിരിക്കുകയാണ്. മാത്രമല്ല, അവിടെ പന്ത് കളിക്കാനായിട്ട് കുട്ടികൾക്ക് സൗകര്യമില്ല. അവർ തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ഭാഗമൊന്ന് തെളിച്ചെടുത്ത് അത്ര ഭാഗത്ത് പന്ത് കളിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ടും കാട് കയറി കിടക്കുകയാണ്. കാരണം ഇതിനു മുൻപ് ഞാനിവിടെ ഒരു ബൈ ഇലക്ഷൻ എന്ന സമയത്ത് പറഞ്ഞു, പന്തുകളെ നമുക്ക് വളരെയേറെ ഭംഗിയുള്ളതാക്കാനും അതിൻ്റെ 4 വശവും നമുക്ക് കല്ല് കെട്ടി വൃക്ഷങ്ങൾ വെച്ച്, നല്ല തണൽ വൃക്ഷങ്ങൾ വെച്ച് അവിടെ നമുക്കതിനെ ഏറ്റവും ഭംഗിയാക്കി എടുക്കാം. വളരെയേറെ വൃദ്ധരും രോഗികളും വരുന്നൊരു പാറമ്പുഴ ആശുപത്രി എന്നോട് തൊട്ടടുത്തുണ്ട്. ഈ ആശുപത്രി വരുന്നവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നാലും അവിടെ പോയി ഇരിക്കാവുന്ന രീതിയിലുള്ള അതിനുള്ളൊരു കാഴ്ചപ്പാട് വേണം. ഇത് പണ്ട് നമ്മൾ പിന്തുടർന്നു പോരുന്ന ചില പദ്ധതികൾ കൂടി തന്നെ ഇന്നും ഈ ഭരണസമിതി എത്രയോ വർഷങ്ങളായിട്ട്, ഇപ്പോൾ 5 കൊല്ലമായിട്ടും ആവിഷ്കരിച്ച പുതിയൊരു പദ്ധതി, പുതിയൊരു ഐഡിയ എന്താണ് ഇവർ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. യാതൊരു വിധത്തിലുള്ള ജനങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ പ്രയോജനപ്പെടുന്ന യാതൊരു പദ്ധതികളുമില്ല എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. BJP പ്രതിനിധി പറഞ്ഞതിനുള്ള മറുപടിയായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് UDF പ്രതിനിധിയോട് ചോദിക്കുകയാണ്. അത്യാവശ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ക്രിയാത്മകമായിട്ടുള്ള ഒരു പരിപാടികളും ഒരു പദ്ധതിയുടെ വികസന പദ്ധതികൾ ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ LDF പ്രതിനിധി ഒരു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി നടന്നിരിക്കുന്നു, അഴിമതി മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നു എന്ന് പറയുന്നു. UDF പ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളത്? പ്രസിഡന്റ് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. 5 വർഷക്കാലവും വിജയപുരം ഗ്രാമപഞ്ചായത്തിനെ കേരളത്തിലെ മറ്റേത് ഗ്രാമപഞ്ചായത്തുകളെക്കായാലും മികച്ച രീതിയിൽ എത്തിക്കുന്നതിന് അദ്ദേഹത്തിനും ഭരണസമിതിക്കും സാധിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് PT ബിജു പറഞ്ഞത് ശരിയല്ല. അദ്ദേഹം ആദ്യം ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് നെൽകർഷക മേഖലയെക്കുറിച്ചാണ്. നമുക്കറിയാം, നിങ്ങൾക്കറിയാം, ബണ്ട് റോഡ് നിങ്ങൾ നീങ്ങുമ്പോൾ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് നെൽമേഖലയിൽ വെള്ളം എത്തിക്കുന്നത് ചവിട്ടിയ ചക്രങ്ങൾ കൊണ്ടാണ് എത്തിക്കുന്നത്. ഇപ്പോൾ അവിടെ ലക്ഷങ്ങൾ രൂപ മുടക്കിക്കൊണ്ട് പെട്ടിയും പറയും സ്ഥാപിച്ചിരിക്കുക. മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോഴും ചക്രങ്ങൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിജയപുരം ഗ്രാമപഞ്ചായത്ത് വളരെ ശാസ്ത്രീയപരമായി അവിടെ ബഡ്ഡുകൾ നിർമ്മിച്ച്, നിങ്ങൾക്കറിയാം, നേരത്തെ ബഡ്ഡുണ്ടായിരുന്നു, അത് വളരെ താന്നതായിരുന്നു, അത് ബഡ് ഉയർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മീനച്ചില്ലാറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തുവാനും, മീനന്തറിയാറിൻ്റെ മേൽഭാഗത്തു നിന്ന് വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തുവാനും, കൃഷിക്ക് വെള്ളം കൂടുതൽ വന്നാൽ വെള്ളത്തെ ഇപ്പറേ കടത്തിവിടുവാനും, മീനച്ചില്ലാറ്റിൽ നിന്ന് വെള്ളം കുറവാണെങ്കിൽ അകത്തേക്ക് കടത്തിവിടാനുള്ള ആധുനിക സംവിധാനങ്ങളുടെ പേരിലുള്ള പെട്ടിയും പറയും നിങ്ങൾക്ക് ചെന്നാൽ കാണാം. തീർച്ചയായിട്ടും അത് വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയ നേട്ടമായി തന്നെ അതിനെ ഞാൻ കാണുന്നു. അപ്പം അഴിമതി ആരോപണം എന്ന് പറയുന്നത് ശരിയല്ല. സെക്കൻഡ് രണ്ടാമതാണ് ഇദ്ദേഹം അഴിമതി ആരോപണം പറഞ്ഞത് നമ്മുടെ ടൂറിസം മേഖല.
ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. ടൂറിസം മേഖല ഇന്ന് കേരളത്തിൽ വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് കുമരകം, തിരുവാർപ്പ് പോലെയുള്ള ആ പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അടിയന്തരമായി ഈ മേഖലയിൽ വളരെ കാര്യക്ഷമമായി നടക്കുന്നതിന് വേണ്ടി നമ്മൾ ശാസ്ത്രീയപരമായാണ് അവിടെ നമ്മൾ ടൂറിസം മേഖല സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് പൊൻപള്ളി മുതൽ വളരെ പ്രകൃതി രമണീയമായ പ്രദേശങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഏതാണ്ട് നല്ല രീതിയിലുള്ള പൈസ മുടക്കി അവിടെ നമ്മൾ ടൂറിസം മേഖല, മീനന്തറ ടൂറിസം മേഖല, അവിടെ ബഹുമാനപ്പെട്ട നിങ്ങൾ പ്രേക്ഷകർക്കെല്ലാം അറിയാം, നിങ്ങളവിടെ ചെല്ലുമ്പോൾ അറിയാം, സന്ധ്യാമം ചെന്നാൽ അറിയാം, കൊച്ചുകുട്ടികളെ അവർക്ക് ആവശ്യമായ കായികപരമായ അധ്വാനങ്ങൾ കായികപരമായി അവർ വളർന്നതിന് വേണ്ടി, അതുപോലെ ഉയർന്ന പ്രായമുള്ള ആൾക്കാർക്ക് എക്സർസൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം അവിടെയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി, അവർക്ക് കായികപരമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു ഏജ് കഴിഞ്ഞാൽ 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ നടന്നു വരുന്ന ആൾക്കാർക്ക് അവരുടെ കായികപരമായ അധ്വാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും വിജയപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, ഇദ്ദേഹം അടങ്ങുന്ന ഭരണസമിതി ചെയ്തിട്ടുണ്ട്. ഒരു അഴിമതി ആ കാര്യത്തിനകത്തില്ല. ഇത് ടെൻഡർ ചെയ്യുന്നു, 1ാം ടെൻഡർ ചെയ്യുന്നു, 2ാം ടെൻഡർ ചെയ്യുന്നു, 3ാം ടെൻഡർ ചെയ്യുന്നു. ലോവസ്റ്റ് ടെൻഡറിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയാണ് അത് അംഗീകരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെല്ലാം നിൽക്കുന്ന ഭരണസമിതിയിൽ ഓപ്പൺ ടെൻഡർ ചെയ്താണ് ആ ടെൻഡർ പൊട്ടിച്ച് കക്ഷികൾക്ക് കൊടുക്കുന്നത്. ഒരു അഴിമതി ആരോപണം അതിനകത്തില്ല. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ആയിങ്ങര പ്ലീസ്. ഫിറ്റ്നസ് സെൻ്ററിനെ കുറിച്ച് ഇദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഫിറ്റ്നസ് സെൻ്റർ വിജയപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നല്ല, കേരളത്തിലെ ഏറ്റവും നല്ല ഫിറ്റ്നസ് സെൻ്ററാണ് വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ മുകളിലുള്ള ഏറ്റവും നല്ല ഫിറ്റ്നസ് സെൻ്റർ. അവിടെ ഉച്ചകഴിഞ്ഞ് യുവതികളായ അല്ലെങ്കിൽ പ്രായമായ വനിതകൾക്ക് യഥേഷ്ടം ഇവിടെ വന്നു കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ 2000-3000 രൂപ മറ്റ് മേഖലകളിലെ ഫിറ്റ്നസ് സെൻ്ററുകൾ സ്വകാര്യ മേഖലയിൽ എടുക്കുമ്പോൾ ഇവിടെ 300 രൂപ മാത്രം കൊടുത്ത് ആ കാര്യങ്ങൾ വളരെ ചിട്ടയായും ക്രമമായും വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഓക്കെ ഇനി പ്രസിഡന്റിലേക്ക് തന്നെ നേരിട്ട് വരികയാണ്. പ്രസിഡന്റിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ടൂറിസം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി. അദ്ദേഹം പറയുന്നു അഴിമതി നടന്നിട്ടില്ല എന്ന് പറയുന്നു, പക്ഷേ വലിയ പ്രതി പറയുന്നു അഴിമതി നടന്നിട്ടുണ്ട്, ഫിറ്റ്നസ് സെന്റർ ഫിറ്റ് അല്ല എന്നുമാണ് പറയുന്നത്. എന്താണ് താങ്കൾക്കെതിരെ നേരിട്ടുണ്ടായിരിക്കുന്ന ഒരു ആരോപണമാണ്? അതിൽ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ CPM-ൻ്റെ പ്രതിനിധി എൻ്റെ സഹപ്രവർത്തനം കൂടിയാണ്, നമ്മുടെ മെമ്പറും കൂടിയാണ്.
അദ്ദേഹം പറഞ്ഞത് കൃഷിയെ സംബന്ധിച്ച് ആദ്യം ഒരു മറുപടി പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാർഡിലാണ് കൃഷി നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാടശേഖരം എന്ന് പറയുന്നത് 15.5 ഹെക്ടറേ ഉള്ളൂ. BMK പാടശേഖരം എന്ന് പറയുന്ന വടവാതൂർ പാടശേഖരം ഞാൻ മെമ്പറായിരുന്ന കാലഘട്ടത്ത് അവിടുത്തെ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സൊസൈറ്റി ഉണ്ടായിക്കൊണ്ട് 45.5 ഹെക്ടർ ഞങ്ങൾ ഈ വർഷവും കൃഷി എടുത്തതാണ്. അവർക്ക് നഷ്ടം സംഭവിച്ചു. ഈ പ്രാവശ്യം അവരുടെ വിളവുകൾ നശിച്ചു. ഇന്നലെ ആ കർഷകർ ഇവിടെ വന്നു. അവർക്ക് സർക്കാരിൽ നിന്ന് ആ നഷ്ടം കൊടുത്തിട്ടില്ല ഇവർ. അതുപോലെ തന്നെ കോവിഡ് സംബന്ധിച്ച് ഇദ്ദേഹം ഇവിടെ പറയുണ്ടായി, ഇത് കേരളത്തിൽ ഒട്ടാകെ നടന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, 1 കോടി രൂപയോളം ഞങ്ങൾ ഇവിടെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 1 കോടി വേണം തനത് ഫണ്ട് എടുത്ത് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇവരെത്ര രൂപ ഈ 1 കോടി തിരിച്ചു തന്ന രൂപ എത്രയെന്നല്ലോ സർക്കാരിൻ്റെ ഫണ്ട്? വെറും 28 ലക്ഷം രൂപ. ബാക്കി തരാൻ കിടക്കുക, സർക്കാരിൻ്റെ ഫണ്ട് തരാൻ കിടക്കുക. എന്നിട്ടാണ് സർക്കാരിൻ്റെ മേനി ഇവിടെ വന്നിരുന്ന് പറയുന്നത്. അത് ഒരിക്കലും അദ്ദേഹം പറയുന്നത് ശരിയല്ല. പിന്നെ റോഡുകളെക്കുറിച്ച് BJPയുടെ ആൾ പറഞ്ഞു റോഡ് മുഴുവൻ താറടക്കി. ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം? കേന്ദ്രീകൃത ഒരു പദ്ധതിയാണ്. വഴി വെട്ടിപ്പൊളിച്ചിരിക്കുന്ന ആരാണ്? ജലജീവൻ പദ്ധതി. ജലജീവൻ ആരാണ്? ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ വഴികളും വെട്ടിപ്പൊളിച്ചിട്ടത് ജനപ്രതിനിധികൾക്ക് ഒരു വീടുകളിൽ പോലും ചെല്ലാൻ മേലാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്? അത് എന്തുകൊണ്ടാണ് ആ അവസ്ഥ ഉണ്ടായത്? സർക്കാർ കേന്ദ്ര വീതം 50% കൊടുക്കണം. 50% ഇവരിടേണ്ടതാണ്, സംസ്ഥാന സർക്കാരിൻ്റെ. അത് ഇതുവരെയായിട്ട് കോൺട്രാക്ടർ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവർ പണി ചെയ്യുന്നില്ല. എന്നാൽ ഈ പഞ്ചായത്ത് ഈ ഫണ്ടുകൾ വെച്ച് അത് പൂർത്തീകരിക്കുന്ന എല്ലാ മിക്ക വഴികളും ഇവിടെ പദ്ധതികൾ വെച്ചിരിക്കുന്ന പൂർത്തീകരിക്കുന്നുണ്ട്. പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട ടൂറിസം സംബന്ധിച്ച് ഇന്ന് വരെ 5 വർഷം കൊണ്ട് അത് വർക്ക് ചെയ്തിട്ടത് 3 വർഷമായി. ഇന്ന് വരെ രേഖാമൂലം ഒരു വിജിലൻസിനോ ഒരു പരാതിയും പറയാതെ ഒരു തെളിവും ഇല്ലാതെ വന്നിങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് പറയുന്നത് തന്നെ ശരിയാണോ? ഇന്ന് വരെ അതിനെ സംബന്ധിച്ച് LDF പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ആ ആരോപണത്തെ ഇദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഒരു അഴിമതി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങൾ അല്ലെങ്കിൽ തെളിവുകളുണ്ടോ? നമുക്ക് ഒരു സർക്കാരിൻ്റെ അല്ല പഞ്ചായത്തിൻ്റെ അല്ല പൈസ മുടക്കിയാൽ നിങ്ങൾ അവിടെ പോയി സംശയം ഉണ്ടെങ്കിൽ പോയി നോക്ക്. ഇത്ര രൂപ മുടക്കിയാൽ അതിവിടെ കാണണ്ടേ? എങ്ങാണ്ട് പഴഞ്ചൻ 5-6 കറങ്ങുന്ന ഒരു സാധനവും ഒരു ട്യൂബും ഒരു തൂണും ഒക്കെ അല്ല വേറെ എവിടെയൊന്നുമില്ല. ഇതിന് എത്ര രൂപ എങ്ങനെയായി? അത് അഴിമതി അല്ല പിന്നെ എന്നാ ഈ പൈസ ഈ മുടക്കിയ പൈസ എവിടെ പോയി? അതല്ലേ ഞാൻ ചോദ്യം. അതിന് ഉത്തരം പറ. അതിനൊരു മറുപടി ഈ മുടക്കിയത് എന്തൊക്കെ അവിടെ ചെയ്യാൻ എന്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അത് പറ. ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ സന്ധ്യ കഴിഞ്ഞ് നമുക്കറിയാം ഈ പ്രദേശത്ത് കുഞ്ഞു കുട്ടികൾക്ക് അവിടെ വന്നിരിക്കുന്നതിന് വേണ്ടി യാതൊരു സൗകര്യം. ഇവിടെ കോട്ടയത്ത് പോകണം, അതിനും പൈസ കൊടുക്കണം. അതിനുള്ള ഏറ്റവും സൗകര്യങ്ങൾ സന്ധ്യ കഴിഞ്ഞ് അവിടെ കുട്ടികൾ വരുന്നുണ്ടെന്നുള്ള 5 രൂപയാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത്. ആ 5 രൂപ വെച്ച് ഫീസ് ഈടാക്കുമ്പോൾ തന്നെ അവിടെ ഒട്ടനവധി മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് ഇന്നും വരുന്നത്. ഇതുവരെയായിട്ട് നമ്മുടെ മെമ്പർ അവിടെ പോയി കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. കണ്ടിരുന്നേ ഒരിക്കലും പോലും ഇത് പറയില്ലായിരുന്നു. മെമ്പർ ഞാൻ പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. അത് വസ്തുതാപരമായിട്ട് ശരിയാണ്. അഴിമതിയുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഇപ്പം പ്രസിഡന്റ് പറഞ്ഞതിന് മറുപടി പറഞ്ഞു പോകണോ അതോ അടുത്ത കാര്യങ്ങളിലേക്ക് പറഞ്ഞോ അതിനൊരു മറുപടി കൊടുത്തോ? പ്രസിഡന്റ് ഇപ്പം കൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു നമുക്ക് കുറച്ച് പാടശേഖരം മാത്രമേ ഉള്ളൂ, മൊത്തം പാടശേഖരവും കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരു തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് പല കമ്മിറ്റികളിലും ചോദിച്ചിട്ടുകൊണ്ട് പറയുകയും ചെയ്തതാണ്. അത് നമുക്ക് ഈ വളരെ പെട്ടെന്ന് സാധിക്കുന്ന പിന്നെ കളിസ്ഥലത്തെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും ഫിറ്റ്നസ് സെൻ്ററിലൊന്നും ഇപ്പോൾ ആളില്ല. പൈസ മുടക്കിയിട്ടുണ്ട്, ചുമ്മാ കുറേ പൈസ മുടക്കിയിട്ടുണ്ട്. 5-6 പേര് അതിൽ വരുന്നുണ്ട്, അല്ല അവിടെ വേറെ ഒന്നും നടക്കുന്നില്ല. അതും പഴയ ഫിറ്റ്നസ് സെന്റർ കൊണ്ട് ഉപയോഗം ഒന്നുമില്ലേ? ആളില്ലേ? ഫിറ്റ്നസ് സെന്റർ കൊണ്ട് ഉപയോഗമില്ലേ? ഇവിടെ പറയാൻ പറ്റും. അവിടെ വസ്തുത അവിടെ വരുന്നില്ല, ആളില്ലെന്നേ ഉറപ്പല്ലേ? ഇല്ലില്ല 60-70 പേര് ഡെയിലി. അല്ല ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. പറഞ്ഞോ ഇല്ലില്ല അത് ഇദ്ദേഹം പറഞ്ഞതിനകത്ത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു അഴിമതി ഉണ്ടെന്ന്. ഒരിക്കലുമില്ല. അവിടെ തിരുമ്പിച്ചതും ദ്രവിച്ചതും ആയ ഒന്നുമല്ല. കൊട്ടേഷൻ കൊടുക്കുന്നു, ആൾ വരുന്നു, പുതിയ സംവിധാനങ്ങൾ അവിടെ ഇറക്റ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇന്ന് വരെ അവിടെ പോയിട്ടുണ്ടോ എന്ന് സംശയം. ഞാൻ എൻ്റെ പേരക്കുട്ടിയായിട്ട് ആഴ്ചയിൽ ഒരു 6 ദിവസമെങ്കിലും അവിടെ പോകുന്ന, എല്ലാം വളരെ നീറ്റായിട്ട് പോകുന്ന ഒരു ടൂറിസം മേഖലയാണ്. അവിടെ ഒരു അഴിമതിയില്ല, ഒരു പ്രശ്നങ്ങളില്ല. വിജയപുരം പഞ്ചായത്തിൽ ഏറ്റവും നന്നായി വിജയപുരം പഞ്ചായത്തിന് വെളിയിലുള്ള കുട്ടികളെയും കൊണ്ട് പേരൻസ് അവിടെ വരുന്നു. ആയങ്കർ ഇന്ന് ആരെങ്കിലും ഒരു സൺഡേയോ അല്ലെങ്കിൽ സാറ്റർഡേയോ വെച്ച് നോക്കിക്കോ, വെളിയിലുള്ള ആൾക്കാർ പോലും അവിടെ വരുന്നുണ്ട്. BJP പ്രതിനിധിയോടാണ്. താങ്കൾ പറഞ്ഞു റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പ്രസിഡന്റ് പറയുന്നത് കേന്ദ്രത്തിന്റെ ഒരു വിഹിതം കൂടി ഉൾപ്പെടുത്തിയാണ് ജലമിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിനും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് പ്രസിഡന്റ് പറയുന്നത്.
ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത് ഒരു കാര്യം, അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ബാബു അവറുകൾ എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്തും ജ്യേഷ്ഠനും കൂടിയാണ്. അദ്ദേഹവും പറഞ്ഞൊരു കാര്യം, കുമര ഉൾപ്പെടെയുള്ളതായ പ്രദേശങ്ങൾ ടൂറിസം പദ്ധതിയിൽ കൂടി വളരെയേറെ വികാസം പ്രാപിക്കുന്നുവെന്നും അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ചെലവഴിക്കുന്നുവെന്നും സൂചിപ്പിച്ചതിൽ അങ്ങേയറ്റം അങ്ങയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതായ ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യപ്പെട്ടു പോകുന്നതുകൊണ്ട് മാത്രമാണ് ജൽജീവൻ മിഷൻ്റെ പദ്ധതി അനുസരിച്ചുള്ളതായ ഈ പൈപ്പുകൾ കുഴിച്ചിട്ട റോഡുകൾ നശിച്ചു കിടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും ഇവർ ഒറ്റ ചങ്ങാതിമാരായിട്ട് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. കാരണം ഓഡിയൻസിൻ്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ഇവർ തമ്മിലുള്ളതായ ഒരു ഫൈറ്റ്. കാരണം ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നായി നിന്നുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞതായ ഈ കൃഷി സംബന്ധമായിട്ടും ടൂറിസം സംബന്ധമായ പദ്ധതികളെക്കുറിച്ചും ഒരു മെമ്പർ തന്നെയാണ് ഈ നിലവിലെ ഭരണസമിതിക്കെതിരായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർ തന്നെയാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇവർക്കിത് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചെന്നാൽ അവർക്ക് എന്തൊക്കെയോ അവരുടെ കമ്മിറ്റികൾ പോലും മൂടി വെക്കാനുണ്ടായിരുന്നു എന്നതിൻ്റെ വസ്തുതയാണ്. ഞാൻ അവരുടെ പ്രതിനിധിയല്ലായിരുന്നു, ഞാൻ ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയല്ല, പഞ്ചായത്ത് മെമ്പറല്ലായിരുന്നു. ഇദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ട് നിൽക്കുന്ന ശ്രീ ബിജു, അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെതെങ്കിലും ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറാണെന്നാണ് പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹം ഉൾപ്പെടുന്നതായ ഒരു ടീമാണ് ഇവിടുത്തെ ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ ആക്ഷേപം ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ കാരണങ്ങളുണ്ടാകും. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, വ്യക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. കാരണം UDF പ്രതിനിധീകരിച്ച് രണ്ടുപേരാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. രണ്ടുപേരും പ്രതിദാനം ചെയ്യുന്നതായ ആശയങ്ങളൊന്നു തന്നെയാണ്. ഒരാൾ പറഞ്ഞു നിർത്തുന്നതിൻ്റെ ബാക്കി പറയാനുള്ള അവസരം അടുത്തയാൾക്ക് കൈമാറുകയാണ്. ബാറ്റൺ കൈമാറി കൊടുത്തുകൊണ്ടാണ് അവരുടെ ചർച്ചകൾ കംപ്ലീറ്റ് പോകുന്നത്. സോമൻകുട്ടി പറഞ്ഞു നിർത്തുന്നതിൻ്റെ തൊട്ട് ബാക്കി എന്താണ് വിട്ടുപോയിട്ടുള്ളത്? എനിക്കറിയാം, വളരെയേറെ IQ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷ് ബാബുവിൻ്റെ. അദ്ദേഹം വളരെയേറെ ആലോചിച്ച്, കാരണം നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യത്തെ നാളെ ചെയ്യേണ്ട 10 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഇന്നേ കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കും. അദ്ദേഹം ഈ പറഞ്ഞു വരുന്നതായ കൃഷി കാര്യങ്ങളെക്കുറിച്ച്, ഈ ടൂറിസം പദ്ധതികളെക്കുറിച്ചും, പേരക്കുട്ടി ഉള്ളവർക്കല്ലേ പേരക്കുട്ടിയായിട്ട് വരാൻ പറ്റുള്ളൂ. എനിക്ക് പേരക്കുട്ടി ആയിട്ടില്ല. ടൂറിസം പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. ഈ നമ്മുടെ ഈ മീനന്തറയാറിൻ്റെ സമീപത്തുണ്ടാക്കിയിരിക്കുന്നതായ ഈ ടൂറിസം പദ്ധതി സത്യത്തിൽ ഇത് ഒരു കാരണവശാലും നല്ലൊരു രീതിയോടുകൂടി കാഴ്ചപ്പാടിനോടുകൂടി നടത്തിയതല്ല. ഇത് ഏതാനും ചില വ്യക്തികൾക്ക് താല്പര്യപൂർവ്വം ചെയ്തതാണ്. യാതൊരു വിധ പ്രയോജനവും പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല. എന്നാൽ അതിൽ തൊട്ടടുത്തുള്ളത് അയൽവക്കത്ത് താമസിക്കുന്ന 3, 4 അല്ലെങ്കിൽ 10 പേര് വന്നു എന്നതുകൊണ്ട് ഒരു ടൂറിസം പദ്ധതി വിജയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ആ കാര്യത്തിൽ LDF പ്രതിനിധി പറയുന്നതാണ് ശരി എന്നാണ്. ആ രീതി തന്നെയാണ് അത് ശരി. ഇല്ല, വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത് ജലജീവൻ പദ്ധതിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. 4 ഫണ്ടുകളാണ് ജലജീവൻ പദ്ധതി പ്രകാരം റോഡിൻ്റെ ഫണ്ടുകൾ. നിങ്ങൾക്ക് പലർക്കും അറിയാം, ബഹുമാനപ്പെട്ട BJP പ്രതിനിധിക്കും അറിയാം. 1 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്, 2 സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്, 3 ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട്, 4 ഗുണഭോക്താവിൻ്റെ ഫണ്ട്. ഗുണഭോക്താവിൻ്റെ ഫണ്ട് റെഡി, വെള്ളം അവർക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ അത് ലഭിക്കും. ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് റെഡി. ജില്ല അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഫണ്ട് ലഭ്യമല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ വഴികളിങ്ങനെ കിടക്കുന്നത്. കാരണം ഒരു ഗ്രാമപഞ്ചായത്തും ജനപ്രതിനിധിക്കും LDFൻ്റെ ആട്ടെ UDFൻ്റെ ആട്ടെ BJPയുടെ ആട്ടെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കും തൻ്റെ വാർഡിലെ റോഡുകൾ മോശമായി കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരുമില്ല. ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ട് മാത്രമാണ് അത് കിടക്കുന്നത്. എന്നാലും ദൃശ്യമാധ്യമം എന്നോട് നേരത്തെ സൂചിപ്പിച്ച പോലെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ കഴിഞ്ഞ കമ്മിറ്റിയിൽ ജലജീവൻ പദ്ധതിയിൽ താറുമാറായി കിടക്കുന്ന ഭാഗങ്ങൾ, മീൻസ് പൈപ്പ് ലൈൻ കുഴിച്ചു പോയിരിക്കുന്ന ഭാഗങ്ങളിൽ പോലും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അത് നന്നാക്കാനുള്ള നിലപാടുകൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഈ കഴിഞ്ഞ കമ്മിറ്റിയിൽ PT ബിജു ഉൾപ്പെടെയുള്ളവരെടുത്തതാ അല്ലേ? PT ബിജു ഉൾപ്പെടെയുള്ളവരെടുത്ത കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും UDF ഭരിക്കുന്നതുകൊണ്ട് UDF പഞ്ചായത്ത് മെമ്പർമാരുടെ വാർഡിൽ മാത്രമല്ല വിജയപുരത്തെ 19 വാർഡിലെയും ജലജീവൻ പദ്ധതി പ്രകാരം ഫോൾട്ടായ റോഡുകൾ നന്നാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് കൂടെ എടുക്കാനുള്ള കമ്മിറ്റി തീരുമാനം PT ബിജു ഉൾപ്പെടെയുള്ള കമ്മിറ്റി തീരുമാനം കഴിഞ്ഞ ആഴ്ചയിൽ ഓക്കെ. നമുക്കിനി പൊതുജനങ്ങൾക്കും ഇവിടെ എത്തിയിരിക്കുന്ന ജനങ്ങൾക്കും ഇവിടെ സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട്, പ്രതിപക്ഷം ഉണ്ട്, BJPയുടെ പ്രതിനിധിയുണ്ട്, നിങ്ങൾക്കും അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ആരാണ് ചോദിക്കുന്നത്? ചോദിക്കാൻ? ഓക്കെ, മൈക്ക് ആരോടാണ്? ഓക്കെ, ചോദിച്ചു. മൈക്ക് അടുപ്പിച്ച് പിടിച്ചോ. വിജയപുരം പഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മാങ്ങാനം നമ്മുടെ ഈ കൃഷി ചെയ്തിട്ട്
ചുമ്മാതെ അവിടെ കിടന്ന് വെറുതെ പോകുമായിരുന്നു. സർക്കാരിൻ്റെ കാശ് പോയതല്ലാതെ ആ കണ്ടത്തിന് യാതൊരു പ്രയോജനം ഇന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ അപ്പത്തിൻ്റെ പെങ്ങളുടെ കണ്ടം വരെ ഒരു 5-10 ഏക്കർ ചുമ്മാ അവിടെ കിടപ്പുണ്ട്. സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിക്കാം. ബിജുവിന് അതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ പറ്റില്ല. ബിജു ഇവിടുത്തെ LDFൻ്റെ മെമ്പറാണ്, മന്ത്രാടുള്ളതാണ്. അവരാണ് ഇതിനെ മുഴുവൻ സംവിധാനം ചെയ്തത്. ഒരു കാര്യം പോലും നടന്നിട്ടില്ല. സംശയം കൊണ്ട് വരിക, ഞാൻ കാണിച്ചു തരാം. ഏത് പാടശേഖരത്തിൽ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്നാണ് ഇല്ല, പറയുന്നത്? നടന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? സർക്കാരിന് കാശ് മേടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടില്ല. കൃഷി ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് ഉപകാരം കിട്ടിയിട്ടില്ല. സർക്കാരിനും കിട്ടില്ല, ജനങ്ങൾക്കും കിട്ടിയിട്ടില്ല. ആരാണ് കൃഷി ഇറക്കിയത്? കൃഷി ഇറക്കിയത് ബിജു എന്ന് പറയുന്ന ആളാണ്. ഈ ബിജു അല്ല, അത് മണ്ണാട്ടുള്ള ഒരു ബിജുവിൻ്റെ LDFിലെ ഒരു പ്രവർത്തകനാണ്. അപ്പൊ ഈ ബിജുവിന്, ഈ നമ്മുടെ നേതാവിന്, LDFിന്റെ പ്രതിനിധി എന്താണ് പ്രശ്നം? വേറെ ഈ പറഞ്ഞല്ലോ, കണ്ടങ്ങളെല്ലാം കൃഷി ചെയ്യുന്ന, ചുമ്മാ കിടക്കുന്ന കണ്ടം കൃഷി ചെയ്യണമെന്നാണല്ലോ ബിജു പറഞ്ഞത്. അങ്ങനെയല്ല. ഓക്കെ, മറുപടി പറ. ഇതിപ്പം കുഞ്ഞു ഉദ്ദേശിച്ചത് ഇപ്പോഴും തരിച്ച് കിടക്കുന്നുണ്ട് എന്നാണ്. ഞാനത് തന്നെയാണ് പറഞ്ഞത്. തരിച്ച് കിടക്കുന്നതല്ല, ചെയ്തത് സർക്കാരിന്റെ ചെയ്തത്. അതും ഞാൻ പറയാം, എനിക്ക് പറയാം. വിജയപുര 7-ാം വാർഡില് കല്ലുകാട് മരിങ്ങാട്ടിയറ ഉൾപ്പെടെയുള്ള. ഇവിടെ മറുപടി. ഇപ്പം ഈ കൃഷികൾ എങ്ങനെയാണ് തിരിച്ചു വന്നത്? തരിച്ചു കിടക്കുന്ന ഒരു പാടശേഖരം അവിടെ പുതിയതായിട്ട് കൃഷി ചെയ്യുകയാണ്. 1 ഹെക്ടറിന് 25,000 രൂപ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഉടമയ്ക്ക് 2,500 രൂപ കൊടുക്കും. അങ്ങനെയാണ് ഈ ആളുകൾ ഈ കൃഷിയിലേക്ക് തിരിച്ചു വന്നതും അതുപോലെ തന്നെ പാട്ടത്തിന് കൊടുക്കാനും എടുത്ത് കൃഷി നടത്താനുമൊക്കെ ജനങ്ങൾ തയ്യാറായത് ഈ രൂപത്തിലുള്ള ഇടപെടലില്ല. പിന്നീട് ഇൻഷുറൻസ് തുക, ഈ നെല്ലുണ്ടായി നശിച്ചു പോയി കഴിഞ്ഞാൽ ഏതാണ്ട് നെല്ലിന് കിട്ടുന്ന സമാനമായ വില ഇൻഷുറൻസിൽ ആയിട്ട് ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് കൃഷി തിരിച്ചു വന്നതും കൃഷി പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞതും. ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ കാര്യത്തിലൊന്നും താല്പര്യമില്ല എന്ന വിമർശന ബുദ്ധിയോടുകൂടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇത് ചെയ്യാവുന്ന കാര്യമുള്ളായിരുന്നു. കൃഷി ഓഫീസർ ഉൾപ്പെടെ വന്ന് കാര്യങ്ങൾ ചെയ്താണ്. 3 പ്രാവശ്യം ചെയ്തു. ഈ കണ്ടത്തിൽ 3 പ്രാവശ്യം ചെയ്തു. 3 പ്രാവശ്യം അവർക്ക് പ്രയോജനമില്ല. അത് ഒരാൾ നേരിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കണ്ടം കൊടുത്താൽ കൊടുത്തു, വല്ല കന്നുകാൽ പോത്തിനെ വളർത്താനെന്നാണ് പറഞ്ഞു. അതുപോലും നടക്കുന്നില്ല. ഇവിടെ വിജയ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. കാർഷിക മേഖലയ്ക്ക് 35 ലക്ഷം രൂപ ഒരു വർഷം ഇവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് 5 വർഷത്തേക്ക് 1,75,00,000 രൂപയാണ് ഒരു വെക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നെൽകൃഷി, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാവശ്യം നെല്ല് വിറ്റിരിക്കുന്നത് 317.6 ടൺ നെല്ലാണ് ഇവിടെ നമ്മൾ സപ്ലൈക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ്, അല്ലാതെ സർക്കാരിൻ്റെ ഒരു ഗുണമുണ്ടല്ലേ. ഞങ്ങളുടെയൊക്കെ താല്പര്യമുള്ളവരെ വിളിച്ചു കൂട്ടി കൃഷി ചെയ്യിപ്പിക്കുന്നതാണ്. സർക്കാരിൻ്റെ താല്പര്യമാണെങ്കിൽ ഇപ്പോഴും ആരും ചെയ്യത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഇവിടെ കർഷകർ കയറി കൃഷി ഓഫീസിൽ വന്നു, കൃഷി ഓഫീസറുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വന്നു. അവർക്ക് കാലാവസ്ഥാ വ്യതിയാനം ഈ കർഷകരെ ബാധിച്ചുകൊണ്ടെന്ന് പുതിയ കർഷകരാരും ഇറങ്ങുന്നില്ല. അവരെ അതനുസരിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ വരുന്നില്ല. ഇപ്പോഴും ഈ പഞ്ചായത്തുകളെ ഞെക്കിഞ്ഞെരുക്കുന്ന ഒരു പ്രവൃത്തിയാണ് കാലവർഷങ്ങൾ 5 വർഷമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ആ കണക്കുകൾ പിന്നീട് ഞാൻ പറയാം. ഇവിടെ പറയാലോ, പറഞ്ഞു. ഇവിടെ ഈ 5 വർഷമായിട്ട് ഓരോ വർഷവും നമുക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ, ആ വിഹിതങ്ങൾ കുറയ്ക്കുന്ന എവിടെയാണ്? പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ മാർച്ച് മാസം 25-ാം തീയതി കൂടി കൊണ്ട് തരും. എന്നിട്ട് ഞങ്ങളോട് ഉരുട്ടിക്കൊണ്ട് നടക്കുക, ബില്ല് മുഴുവൻ കൊടുത്തിരിക്കുക. എന്നിട്ട് എന്നാ ചെയ്യുന്നത്? 3 ലക്ഷം രൂപ ട്രഷറി ബാൻ. ഇത് എവിടെ കൊണ്ട് ചിലവഴിക്കും? അങ്ങനെ വരുമ്പോഴും ഞങ്ങളുടെ പദ്ധതികളെല്ലാം സ്പില്ലോറായി പോകുന്നു. ആ സ്പില്ലോറായി പോകുന്നതിൻ്റെ പൈസ ഈ ഇടതുപക്ഷ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നുകൊണ്ടിരുന്നതാണ്. ഓരോ വർഷവും 10% അതാത് വർഷം തരുന്ന പദ്ധതിയുടെ 10% വർദ്ധിപ്പിച്ച് തരണ്ട. ഈ സർക്കാർ വന്നിട്ട് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഏതാണ്ട് ഒരു വർഷം 12 ലക്ഷം രൂപ കുറവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര? 5 വർഷം കൊണ്ട് 60 ലക്ഷം രൂപയുടെ കുറവ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ഓൺ ഫണ്ട് എടുത്താൽ ചെലവഴിക്കുന്നത്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26-ാം മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു.
2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanjirapalli, Kottayam. We care, God cures. എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ്. ഓക്കെ, ഒന്ന് രണ്ട് കാര്യം പുള്ളി കുറച്ചു മുമ്പ് പറഞ്ഞതിന് ഒരു മറുപടിയും കൂടെ പറയുകയാണ്. ആദ്യം സ്വാമിയെ ശരണമയ്യപ്പ, കാരണം അഴിമതിയുടെ കാര്യം പറയുമ്പോൾ അയ്യപ്പനെ നമ്മൾ ഓർത്തു പോവുക. തീർച്ചയായിട്ടും ഇദ്ദേഹം കുറച്ചു മുമ്പ് പറയുന്ന കേട്ടു, ഇവിടുത്തെ പഞ്ചായത്തിൽ യാതൊരു വികസനങ്ങളും നടന്നിട്ടില്ല എന്ന് പറയുന്നു. നമുക്കറിയാം, ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് വിജയപുരം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു പഞ്ചായത്തെന്ന് പേര് കേട്ട ഒരു പഞ്ചായത്താണ്. അപ്പം അദ്ദേഹം രണ്ട് പേര്, അതായത് അവസരങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് മുതലെടുത്ത് സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ അവസരങ്ങൾ മുതലെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കാരണം രണ്ടാമത് പിണറായി വിജയൻ്റെ തുടർഭരണം വന്നത് അവസരങ്ങൾ മുതലെടുത്താം. കോവിഡ് വന്നപ്പം ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ ദാരിദ്ര്യത്തെയും വിശപ്പിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് രണ്ടാമത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതുപോലെ അവസരം മുതലെടുക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഉത്തരം അതിന് തരണം. ഈ അവസര മുതലെടുപ്പ് അദ്ദേഹം സ്വന്തം കാര്യമാണോ പറഞ്ഞതെന്ന്. മറ്റൊന്ന്, വിജയപുരം പഞ്ചായത്തിൽ നല്ലൊരു ഫിറ്റ്നസ് സെൻറ്റർ, അത് ഈ വാർഡിലെ 19 വാർഡിലും കൂടെ ചേർന്നുകൊണ്ടുള്ള ഫിറ്റ്നസ് സെൻ്ററാണ്. ആ ഫിറ്റ്നസ് സെൻറ്ററിൽ വനിതകൾക്ക് സൗകര്യാർത്ഥം വന്ന അവരുടെ ആരോഗ്യം പരിപാലിക്കുന്നതിന് വേണ്ടുന്ന സൗകര്യം ഉള്ളപ്പോൾ സ്വന്തം വാർഡിൽ നിന്ന് ആളുകളെ പറഞ്ഞു വിടാതെ ഈ ഫിറ്റ്നസ് സെൻറ്റർ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം അവിടുന്ന് സ്വന്തം വാർഡിൽ നിന്ന് പോലും ആളുകളെ പറഞ്ഞു വിടാതെ ആ ഫിറ്റ്നസ് സെൻറ്റർ കൊള്ളില്ല എന്ന് പറയുമ്പോൾ വണ്ടിയൊന്നും കയറി പോകണ്ട, പാടശേഖരം നോക്കാനും ബ്യൂട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കാനും വണ്ടി കയറി പോകണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ടൊന്ന് കയറി നോക്കിയാൽ കാണാം ഇവിടുത്തെ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ അവസ്ഥ. കേരളത്തിലെ ഏറ്റവും നല്ല മൾട്ടി ലെവൽ ഫിറ്റ്നസ് സെൻ്റർ കൊള്ളുകേല എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ പോലെ ഒരാൾ എങ്ങനെ നിന്ന് പച്ച കള്ളം വിളിച്ചു. രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവസരം മുതലാക്കുക എന്ന് പറഞ്ഞതിനകത്തൊരു ഉത്തരം. രണ്ട്, ഫിറ്റ്നസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട. അല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ്. എത്ര സംസ്ഥാനമാണ് ഭരിച്ചുകൊണ്ടിരുന്നത്? ഇപ്പം എത്ര ഭരിക്കുന്നുണ്ട്? അല്ല, അതല്ല അജിനുമായി ഇല്ല, ഇത് അങ്ങനെ പറയാനാണ് അല്ല, ഇപ്പൊ എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്? അല്ലേ നിങ്ങളുടെ അത് അല്ല, ഇപ്പൊ എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്? എവിടെയാ ഉള്ളത് കോൺഗ്രസ്? ബിജെപിയുടെ പ്രതിനിധി കുറച്ചു മുമ്പ് പറയുന്നത് കേട്ടു, UDF-ഉം CPM-ഉം കൂടെ ഒരുമിച്ചാണെന്ന്. യഥാർത്ഥത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നിട്ടല്ലേ നിങ്ങൾ ഇപ്പൊ ഈ വർത്തമാനം പറഞ്ഞത്? അല്ലേ? യഥാർത്ഥത്തിൽ അതാണ് നടന്നത്. ഇവിടെ കോൺഗ്രസിന് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന 2 സംസ്ഥാനം പോലും ഇല്ലാതെ പോയിട്ട് ഇപ്പൊ അവിടെ കോൺഗ്രസിന്റെ കൂടെ വന്ന് നിന്നിട്ട് ഈ കേരളത്തിൽ മാത്രം നിങ്ങൾക്ക് എന്നെ ഇത്ര പ്രശ്നം. നമുക്ക് വിജയപുരം കോവിഡ് കാലത്ത് ഇത് മൃതശരീരം സംസ്കരിക്കാനില്ലായിരുന്നു. ഈ വിജയപുരം പഞ്ചായത്തില് VT സോമൻകുട്ടിയുടെ നേതൃത്വത്തിൽ വന്ന ഭരണസമിതിയാണ് ആ ഇത് ശ്മശാനം പൂർത്തീകരിച്ചത്. ഇതൊക്കെ എന്താ പറയാത്തത്? അതിന് മറുപടി, ഫിറ്റ്നസ് സെന്ററിന് ഒരു മറുപടി. ഫിറ്റ്നസ് സെൻറ്റർ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അവിടെ ആളില്ല, 5 or 6 പേര് മാത്രം അങ്ങോട്ട് കയറി പോകുന്ന കാണാം രാവിലെയും വൈകുന്നേരമായിട്ട്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് ഒച്ച വെച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആദ്യം എന്തെങ്കിലുമൊക്കെ ചോദ്യം നടത്തിക്കൊണ്ട് പോകാനായിട്ട് നിങ്ങളുടെ നേതാക്കന്മാരോട് പറ. പിന്നെ ഉന്നയിച്ച രാഷ്ട്രീയപരമായ കാര്യത്തിന് ഞാൻ ഇനിയും പറയണം മറുപടി. വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ പല്ലട കുത്തി നാറ്റിക്കുന്നത്? അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലേക്കൊന്നും പോകാതിരിക്കുക നല്ലത്. നമുക്ക് ഇവിടുത്തെ വികസനം ഇപ്പം ആരോ പറഞ്ഞു എന്താ ജലജീവനുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ മാണ്ടർകാട്ട് പഞ്ചായത്തിലോട്ട് ചെല്ലേ, അവിടുത്തെ വഴി മുഴുവൻ ടാർ ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തല്ലോ.
അതുപോലെ തന്നെ പുതുപ്പള്ളി പഞ്ചായത്തിലൂടെയല്ലേ അവിടെ പോയിട്ടുണ്ട്. ഇവിടെ അടുത്തല്ല, നിങ്ങൾ പോയി നോക്കാനേ, ഇവിടെ അടുത്ത പഞ്ചായത്ത്. ഈ നോണ പറയാനും തർക്കിക്കാനും ശാലം കഴിവുണ്ടെന്ന് ഓർത്ത് എന്തും വിളിച്ചു പറയുന്നത് അറിവില്ലായ്മ നമുക്ക് മാനിക്കാം, പക്ഷെ വിവരമില്ലായ്മ തന്നെ പറയുന്ന ഒരു ഭൂഷണമാക്കി മാറ്റരുത്. ഓക്കെ, അപ്പൊ ഫിറ്റ്നസ് സെന്ററിന്റെ കാര്യത്തിൽ LDF പ്രതിനിധി ആ നിലവാരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അടുത്ത ചോദിക്കാനുള്ളത് ബിജുവിനോട് ചോദിക്കുന്നത്, ചോദ്യം. മാർക്സിസ്റ്റ് പാർട്ടി എത്ര സ്റ്റേറ്റാണ് ഭരിക്കുന്നത്? എത്ര സ്റ്റേറ്റ് ഭരിക്കുന്നുണ്ട്? കോൺഗ്രസ് പാർട്ടി കുറവായി പോയി, സമ്മതിച്ചു. അത് നമുക്ക് അതിലേക്ക് പോകണോ? നമുക്ക് വിജയപുരം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, അല്ല, വിജയപുരം പഞ്ചായത്ത് പറഞ്ഞപ്പോൾ എന്തിനാ മറുനാട് പഞ്ചായത്ത് എടുത്തിട്ട്? വിജയപുരം പഞ്ചായത്തിൽ മെമ്പറല്ലേ? നിങ്ങളുടെ വാർഡ് എങ്ങനെയാണെന്ന് നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളത് നോക്കേണ്ട കാര്യം നിങ്ങളുടേതായിരുന്നു. എല്ലാ വാർഡുകാർക്കും ഓരോ മെമ്പർമാർക്കും അതിൻ്റെതായ കാശ് കൊടുത്തിട്ട് കൊണ്ട് ചെയ്യുന്നത് ചെയ്യാം. പിന്നെ അത് ചെയ്യാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അത് മണർകാട് പഞ്ചായത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ചൊല്ലിയാണ് ആ കാര്യം പറയുന്നത്. താങ്കളുടെ വാർഡിൽ താങ്കൾ എങ്ങനെ? എൻ്റെ വാർഡിൽ ഇപ്പം പോരാ, എൻ്റെ വണ്ടിയുടെ പുറകെ ഇരുന്ന് കുഞ്ഞുവാ. ഇവിടുത്തെ ഏറ്റവും നല്ല വഴികളുള്ള വാർഡിൽ ഒന്ന് എൻ്റെയാണ്. പഞ്ചായത്തിന് കാശ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, ചോദിക്കാനുള്ള അടുത്ത ചോദ്യം. പഞ്ചായത്തിന് ഒരു പോയിന്റ് പ്രതിപക്ഷം തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ വഴികളെല്ലാം നല്ലതാണ്. അങ്ങനെയാണ് 19 വാർഡുകൾ. സംസാരിക്കാനുള്ള. ഓക്കെ, ആരോടാണ്? ഇവരുടെ എല്ലാവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടുത്തെ വിജയപുരം പഞ്ചായത്തിലെ വഴിയോര കച്ചവടത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പിന്നെ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത്, ഇപ്പം ഈ തവണ ആം ആദ്മി പാർട്ടി ഒരുമാതിരിപ്പെട്ട എല്ലാ വാർഡുകളും മത്സരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കൂടെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിട്ട് അത് പിന്നെ സംസാരിക്കാം. അപ്പോൾ കൂടുതൽ ഞാൻ ചെറിയൊരു വ്യവസായം കൂടിയാണ്. എനിക്ക് ചെറിയൊരു ബോർമ ബേക്കറി എല്ലാം ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാം, പാമ്പാടി അതുപോലെ മണർകാട് പഞ്ചായത്തുകളിൽ ഇപ്പം വഴിയോര കച്ചവടം വളരെ പൊതുവെ കുറഞ്ഞു, വളരെ വിരലെണ്ണാവുന്നു, അല്ലെങ്കിൽ ഉൾഭാഗത്തോട്ട് കയറി മാത്രമേ ഉള്ളൂ. പക്ഷേ വിജയപുരം പഞ്ചായത്തിൽ ഏകദേശം 30-ന് മുകളിലായി ഇപ്പം വഴിയോര കച്ചവടം. ഇത് ഞങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം 13 തരം പേപ്പർ എടുത്തിട്ടാണ്, നമ്മളൊരു ലൈസൻസ് എടുത്തിട്ടാണ് ഇവിടെ നമ്മൾ ഈ പ്രസ്ഥാനം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ലൈസൻസോ യാതൊരു കാര്യവുമില്ലാതെ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എന്തെങ്കിലും പേപ്പർ ഉണ്ടെന്ന് ജസ്റ്റ് കാണിച്ചുകൊണ്ട് ഇവർ വഴിയോര കച്ചവടം ചെയ്യുന്നു. ഒരു കടയിൽ ഏകദേശം 5000 രൂപ 6000 രൂപ വരെയാണ് കച്ചവടം. ഈ 32 കച്ചവടത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവർ ഇത്രയും കച്ചവടം നടക്കുമ്പോഴത്തേക്ക് ഒരു മാസം ഇവർക്ക് വേണ്ടി 20 ലക്ഷത്തിന് മുകളിലാണ് ഈ വിജയപുരം പഞ്ചായത്തിൽ മാത്രം കച്ചവടം നടക്കുന്നത്. ഇത് എനിക്കൊരു ബേക്കറി ഉണ്ട്, എൻ്റെ കടയിലെ കച്ചവടം എന്ന് പറഞ്ഞാൽ 2000 രൂപ 3000 രൂപ. അതിനുള്ള പരിഹാരം, അതായത് മണർകാടും അതുപോലെ തന്നെ പാമ്പാടിയും അതുപോലെ തന്നെ ഇതുപോലെ നിർത്തിയ പഞ്ചായത്തിൽ എടുത്തോളം ഉചിതമായ ഒരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അതേ ആനുകൂല്യങ്ങൾ കിട്ടിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് നമുക്ക് ലൈസൻസ് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റുകൾ വേണ്ട, ഒന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഒരു സൗകര്യം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയി. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുകയില്ല. വഴിയോര കച്ചവടക്കാർക്ക് ഒരു നിയമം, ഞങ്ങൾക്കൊരു നിയമം, അത് വേണ്ട. എല്ലാവരും മറുപടി പറഞ്ഞാൽ അത്ര പറയേണ്ടത് പ്രസിഡന്റാണ് പറയേണ്ടത്. എന്താണ് വഴിയോര കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ? ന്യായമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വിജയപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷമല്ല വഴിയോര കച്ചവടങ്ങൾ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ജോലി നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകൾ ഈ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന നമ്മളെല്ലാം കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രാവശ്യം ഒരു കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുത്തിരുന്നു, ഇവരെല്ലാം മാറ്റുക എന്നുള്ളത്. അപ്പോൾ അതിനെ ആദ്യം എതിർത്തത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ അംഗങ്ങൾ അതിനെ നിശ്ചിതമായിട്ട് എതിർക്കുകയും ഇനി അത് തിരിച്ചു കൊണ്ടെന്ന്, നിങ്ങളത് മാറ്റി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവെക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതാണ് ഇടതുപക്ഷം അന്നത്തെ കമ്മിറ്റി തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും നിലവിലെ വ്യാപാരികളുടെ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ അത് യാഥാർത്ഥ്യമായി അത് മാറ്റി കൊടുക്കേണ്ടതാണ്. ഇവർ മണർകാട് പഞ്ചായത്തിനെ മാത്രം ആ ഒരു ജംഗ്ഷനിലെ പ്രദേശത്ത് മാത്രം ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴും മറ്റു പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും ഇവരെ മാറ്റാതെ തന്നെ ഇരിക്കുകയാണ്. പൊതുവായൊരു ഹൈക്കോടതിയുടെയോ സർക്കാരിൻ്റെ ഒരു ഉത്തരവോ ഉടനടി മാറ്റണം എന്നുള്ളൊരു ഉത്തരവൊക്കെ വന്നാൽ നമ്മൾ തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രതിനിധികളെന്ന് പറയുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഒരു യുവ സംരംഭകനാണ്, അദ്ദേഹത്തിന്റെ ഒരു വിഷമമാണ് പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? അതിനെ ഉൾക്കൊണ്ട് ആ പരാതി ഉൾക്കൊണ്ട് എന്നുള്ളതാണ്. ആ പരാതി പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിനെ കൊണ്ട് അത് പൂർണ്ണമായി ചെയ്യാൻ കഴിയില്ല. അത് സർക്കാരും അല്ലെങ്കിൽ അതുപോലെ ഹൈക്കോടതിയോ അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇവർ 1-2 ആളുകളല്ല, ഇത് നല്ലൊരു ജനവിഭാഗം ഇപ്പം വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ മാറ്റുക എന്നുള്ളത് ഒരു തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു മറുപടി പറയാം. ഇത് നമ്മുടെ നാട്ടുകാരാണ് ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാകും, നമുക്ക് അവസ്ഥ മനസ്സിലാകും. ഇത് പല വ്യവസായങ്ങളിലെ ലോബികൾ, അതായത് അവരുടെ ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. അതായത് കോട്ടയത്തുള്ള വമ്പന്മാരൊക്കെ ആണെങ്കിൽ പോലും പച്ചക്കറി കച്ചവടം എനിക്ക് നേരിട്ട് അറിയാവുന്ന അവരുടെ വണ്ടി, അതായത് ഹോൾസെയിൽ വിൽക്കുന്നവർ ചെറുകിട വണ്ടിയിൽ വന്നിട്ട് നമ്മുടെ ഈ വടവതിരെ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ വന്നിട്ട് അവർ റീറ്റെയിലിൽ സാധനം വിൽക്കുകയാണ്. ഞങ്ങൾ ഡയറക്റ്റ് ചെന്ന് പറഞ്ഞു, ഈ പരിപാടി അന്നൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കടയും കൂടെ നിങ്ങൾ ഏറ്റെടുത്തോളാൻ പറഞ്ഞു. ആ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്.
അപ്പം അതുപോലെ വളരെ മാനസിക സംഘർഷത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാനിക്കൊരു ബോർമ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏകദേശം 35 ലക്ഷം രൂപ 40 ലക്ഷം രൂപ ചിലവാണ്. ആ 40 ലക്ഷം രൂപ മുടക്കിയിട്ട് 2000 രൂപ സെയിൽ കിട്ടുന്ന അവസ്ഥ ആലോചിക്കുക. ആകെ 6000 രൂപ അല്ലെ 7000 രൂപ ചിലവോടെ ഒരു ബജറ്റ് കട സ്റ്റാർട്ട് ചെയ്യുന്നവന് അവന് 10,000-ന് മുകളിൽ കച്ചവടമാണ്. ഇത് അവർക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പോലും ഇല്ല. മീൻ തട്ടി വിൽക്കുന്നവൻ ചുമ്മാ വഴിയിട്ട് ഒഴുക്കി വിടുക. ഞാൻ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് മെമ്മ വരും. ഏതെങ്കിലും ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അപ്പം വരും ഇവിടുന്ന് നോട്ടീസ്. എന്തായാലും ഒരു നടപടി ഉണ്ടാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കും. അല്ല, ഞങ്ങൾ ഈ ഭരണസമിതി മുൻകൈ എടുത്താണ്. അതിനെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെ എതിർത്തപ്പം അതൊരു രാഷ്ട്രീയ സംഘർഷത്തിലേക്കോ അല്ലെ പഞ്ചായത്തും രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഘർഷം. പ്രതിനിധിക്കും അദ്ദേഹത്തിന്റെ ഒരു വിഷയത്തിൽ എന്താ പറയാനുള്ളത്? അല്ല, ഇത് ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടി കച്ചവടം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അവരെ അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് മൊത്തം മാറ്റണം എന്ന അഭിപ്രായത്തോട് എനിക്കും എൻ്റെ പാർട്ടിക്കും യോജിപ്പില്ല. അദ്ദേഹം ലക്ഷങ്ങൾ മുടക്കി എല്ലാ സർട്ടിഫിക്കറ്റും എടുത്താണ് ബിസിനസ് നടത്തുന്നത്. ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയുന്നുണ്ടല്ലോ, അന്ന് അവർക്കില്ലാത്ത സാധനങ്ങൾ എനിക്കും വേണ്ടല്ലോ. കാരണം ഞാൻ ഏകദേശം 13 പേപ്പറുകൾ എടുത്തെടുത്തിട്ടാണ്. എന്നാൽ പഞ്ചായത്ത് ആനുകൂല്യം എനിക്കും കിട്ടണം. സമ്മതമാണോ? പഞ്ചായത്ത് നീ ആനുകൂല്യമല്ലേ എനിക്കും കിട്ടണം. കാരണം ഞാൻ വെറും ഫുഡ് ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കാർഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ കടയുടെ ഫ്രണ്ട് ഒട്ടിച്ചു നോക്കും. ബാക്കി ഇവിടെ ഒരു ഇൻസ്പെക്ഷന് വരാൻ പറ്റിയല്ല, യാതൊരു കാര്യങ്ങൾക്കും വേണ്ടി അങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നമുക്ക് അംഗീകരിക്കാം. ഇല്ലെങ്കിൽ അവർക്ക് 32 കട എന്ന് പറഞ്ഞാൽ ഏകദേശം 30 മണി കട എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ഇവർക്ക് ഈ രാഷ്ട്രീയക്കാരെല്ലാം പിരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ബജിക്കടയിലാണോ? ഇവർക്കെല്ലാം ഇലക്ഷൻ സമയത്ത് വീതം വെക്കുന്നത് ഈ വ്യവസായികൾ ഈ കോപ്പറേറ്റീവുകളും തന്നെയാണ്, അല്ല വേറെ ആരും അല്ലല്ലോ. അപ്പോൾ അതിന് ശാസ്ത്രമായിട്ട് പരിഹാരം ഞാൻ കൊണ്ടാക്കി തരണം. കാരണം ഇത് നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇവർ കുറ്റിയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തല്ലേ വരുന്നത്, നമ്മളല്ലേ കൊടുക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടി ഇതിന് ചെയ്യണ്ടേ? ഇത് നേരത്തെ പറഞ്ഞു, നമ്മുടെ നാട്ടുകാരാണ് ചെയ്തെങ്കിൽ ഒരു പരിധി നമുക്ക് വേണം കണ്ണടച്ച് കൊടുക്കാം. പക്ഷേ ഇത് വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇത് വെളിയിൽ നിന്നുള്ള ആൾക്കാരോട് വന്നിട്ട് ഇതുപോലെ സാറേ പറയുന്നത് കേൾക്കണം. അത് ഞാൻ XNRI ആണ്. ഞാൻ ഏകദേശം 15 കൊല്ലം ഞാൻ ഗൾഫിൽ ജോലി ചെയ്ത കാശ് കൊണ്ട് കൊറോണ സമയത്ത് എൻ്റെ അച്ഛനും അമ്മ ICU ആയിട്ട് ഏകദേശം 20 ലക്ഷം രൂപ മെഡിക്കൽ സെൻ്ററിൽ എണ്ണി കൊടുത്ത്. അതിനുശേഷം ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എൻ്റെ അമ്മയുടെ ചെവിയുടെ നമ്മുടെ പ്രശ്നമുണ്ടായിട്ട് ഹോൾ വന്നു, ചെവിയുടെ ഹോൾ വന്നു. അതിനേശം 3 ലക്ഷം രൂപ ചിലവായി. അതിനുശേഷമാണ് ബൾജിങ് വരുന്നത്, നട്ടിലാണ് ബൾജിങ്. ഇതെല്ലാം ഈ കോവിഡ് എഫക്റ്റിൽ നമുക്കുണ്ടായ അസുഖങ്ങളാണ്. അതിന് ഏകദേശം 5 ലക്ഷം രൂപയായി. ഇവർ അതായത് ഈ ബജിക്കടക്കാർ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധി കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. നമ്മൾ ചുമ്മാ നേരം പോക്കിനൊന്നുമല്ല. ഇത്ര ഫണ്ടിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് 3-4 ബാങ്കിൽ ലോണാണ്. ഈ ലോൺ ഇവർക്ക് ലോൺ കിട്ടുന്നില്ല. ഇവർ എന്തെങ്കിലും ഒരു തട്ടുകട അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കട അല്ലെങ്കിൽ വാടക കിട്ടുന്ന കട കൊണ്ടാണ് ഇവർ ബജിക്കട സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ കൂടുന്ന ഒരു കുറച്ച് പാമ്പോയിലും കുറച്ച് ഏത്തക്കാപ്പം മേടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. നമ്മളുടെ അവസ്ഥ അങ്ങനെയല്ല. അതായത് ഒരു ഓവൻ മേടിക്കുന്നതിന് ഏകദേശം 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ ചിലവാണ്. അതുപോലെ 1-2 ഓവൻ, മിഷനറീസിനെല്ലാം വിലയാ, സാധനത്തിന് ഇൻഗ്രീഡിയൻസിനെല്ലാം വിലയാ. ഇതെല്ലാം വെച്ച് നമ്മൾ വിൽക്കുന്ന അതേ വിലയ്ക്ക് തന്നെ അവരും വിൽക്കുന്നത്. അവർ മുട്ട പപ്സും മീറ്റ് പപ്സും ഒന്നും വിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും സെയിം തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. അല്ലാതെ അവർക്കും ജീവിക്കേണ്ടെന്ന് പറയുന്നത് ന്യായമൊന്നുമല്ല. എനിക്കും ജീവിക്കണം, അവർക്കും ജീവിക്കണം. ഞാനിവിടെ വോട്ട് ചെയ്യുന്ന ടാക്സ് കൊടുക്കുന്ന പൗരൻ തന്നെയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് താങ്കൾ പറഞ്ഞു, താങ്കൾ അതിനോട് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞു. വഴിയോര കച്ചവടക്കാർ വേണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ മുഴുവൻ ഉള്ള ഒരു സംഭവമാണ് വഴിയോര കച്ചവടം, വ്യാപാരം. വിജയപുരം പഞ്ചായത്ത് മാത്രമായിട്ട് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ അതുപോലെ പോകണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ ഓക്കെ അത് നിയമപരമായ കാര്യങ്ങൾ പ്രസിഡന്റ് ഇവിടെ അല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ടല്ലോ. ആ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടൊരു കൊച്ചുണ്ട്. ആ കൊച്ചു പറയണം, മേഡം നമുക്ക് ഈ കട അങ്ങ് പൂട്ടിക്കളഞ്ഞാലോ എന്ന്. അത് 40 ലക്ഷം രൂപ മുടക്കേണ്ട മാനസികാവസ്ഥ മനസ്സിലാണ്. കൊറോണ ഫേസ് ചെയ്ത് അത് അവസാനം ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു സ്പഞ്ചിൽ നിന്ന് ഞാൻ വീണ്ടും ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത്. അപ്പം ഒരാൾ വന്നിട്ട് പറയാണ്, മേഡം നമുക്കിതങ്ങ് പൂട്ടിക്കളഞ്ഞാലോ എന്ന് സിമ്പിളായിട്ടാണ് പറയുന്നത്. അവരുടെ നിയമം പോലെ തന്നെ എനിക്കും വേണം, അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഓക്കെ, ഉന്നത അധികാരികളെ ഇത് അറിയിക്കേണ്ടതായിട്ടുണ്ട്. വലിയൊരു വിഷയം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, കേരളത്തിലൊട്ടാകെ ഈ കോവിഡിന് ശേഷം ഉണ്ടായൊരു പ്രതിഭാസം അത് തന്നെയാണ്. പക്ഷേ അവർ പറയുന്നതിൻ്റെ അകത്തൊരു അങ്ങനെയുണ്ട്. പക്ഷേ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഒരു വഴിയോര കച്ചവടക്കാരെ സമീപിക്കുന്നത്? ഇപ്പോൾ പച്ചക്കറി ആണെങ്കിലും മറ്റ് സാധനങ്ങളാണെങ്കിലും മറ്റ് കടകളിൽ വില കൂട്ടി വിൽക്കുന്നത് കൊണ്ടാണ് അവർ വില കുറഞ്ഞ സ്ഥലത്തും പോയി മേടിക്കുന്നത്. അതുകൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് ആളുകൾ അതിലേക്ക് കൂടുതൽ ആകർഷണമാകുന്നത്. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആ 2 കടയിലും അത് ഇന്ന് തുടങ്ങിയതല്ലല്ലോ വഴിയോര കച്ചവടം എന്ന് പറയുന്നത്. നമുക്കത് നിയമപരമായിട്ടുള്ള മുന്നേറ്റത്തിലേക്ക് അത് പോകേണ്ടതുണ്ട്. അപ്പം അതിനു വേണ്ട സഹായങ്ങൾ പ്രസിഡന്റ് എന്ന നിലയിൽ ചെയ്തു കൊടുക്കണം. ഇനി ചോദിക്കാനുള്ളത്. ഓക്കെ, ഞാൻ ഈ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയാണ്.
അതുപോലെ മാങ്ങാനം വ്യാപാരി വ്യവസായി ഈ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ആരോടാണ് ചോദ്യം? ഞാൻ ഇതിൻ്റെ മറുപടിയായിട്ട് പറയുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഭരണസമിതിയിൽ നമ്മൾ ഈ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്ന് തന്നെ ഒരു തീരുമാനമായിട്ട് വന്ന അന്ന് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അത് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുള്ള ഒരു തീരുമാനമായിട്ട് വന്നുകൊണ്ടാണ് ഞാൻ മക്രോണി ജംഗ്ഷനിൽ ഇതുപോലെ തന്നെ അവിടെ ഒരു പലചരക്ക് കടയുടെ തൊട്ടടുത്ത് തന്നെ കോട്ടയത്തെ ഏറ്റവും വലിയ മുതിർന്ന, അതായത് ഏറ്റവും വലിയ വ്യവസായികളാണ് ഈ 10ഉം 15ഉം തട്ടുകൾ കൊണ്ടുവന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിജയപുരം പഞ്ചായത്ത് മാത്രമല്ല, ഇവർ ഏതൊക്കെ ലൈനുകളുണ്ടോ, ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെയുണ്ട്, ചങ്ങനാശ്ശേരി വരെ ഇവർ ഇടുന്നുണ്ട്. അപ്പം വിജയപുരം പഞ്ചായത്തിലെ മാത്രം ഒരു അവസ്ഥയല്ല ഇത്. പക്ഷേ വിജയപുരം പഞ്ചായത്തിലെ ഭരണസമിതി ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ വ്യാപാരി വ്യവസായി അസോസിയേഷൻ വന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തതുമാണ്. പക്ഷേ അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അത് ഒഴിവാക്കേണ്ടതാണ്. ഇതുപോലെ മീൻ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തെ ഏറ്റവും വലിയ വ്യാപാരികളാണ്. ഇവിടെ നമുക്കറിയാം, കോട്ടയത്ത് നിന്ന് കഞ്ഞിക്കുഴി മുതൽ ഇങ്ങോട്ട് വടവാതൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ 2-3 വണ്ടികൾ കൊണ്ടുവന്ന് തട്ടുകളിലേക്ക് കൊണ്ടുവന്ന് മീൻ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇവർക്കെതിരായിട്ടാണ് ഈ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഈ ഒരു അഭിപ്രായം കൊണ്ടുവന്നത്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അനുകൂലമായ സമീപനം ഇല്ല ഉണ്ടാകാത്തതുകൊണ്ട് അത് വീണ്ടും അതിങ്ങനെ നീണ്ടുപോവുകയാണ്. നിങ്ങളതിന് നിയമപരമായി മുന്നോട്ട് പോവുക? തീർച്ചയായിട്ടും അത് വ്യാപാരി വ്യവസായിക്ക് വളരെ പ്രതിഷേധമുണ്ട്. അത് തീർച്ചയായിട്ടും ഭരണസമിതി അതിൻ്റെ കൂടെയുണ്ട്. ഭരണസമിതി കഴിഞ്ഞാൽ UDF-ന്റെ മെമ്പർമാരും പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അതിനകത്ത് അനുഭാവപൂർവമായ പ്രതികരണം ചെയ്തിട്ടുമുണ്ട്. ഓക്കെ. അടുത്ത ആർക്കാ ചോദിക്കാനുള്ളതാ? അടുത്തത് ചോദിക്കാനുള്ളതാ? ഓക്കെ. ഇപ്പം തന്നെ ഇവിടെ വെച്ച് തന്നെ പ്രസിഡന്റ് പറഞ്ഞല്ലോ ഒഴിവാക്കാൻ പറ്റത്തില്ല, പ്രസിഡന്റ് അനുഭാവപൂർവമായിട്ട് അതിനെ അവിടെ സമീപിക്കുന്നതെന്ന്. കമ്മിറ്റിയിലും അങ്ങനെയാണ് പറഞ്ഞത്, ഇവിടെ അങ്ങനെയാണ് പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിച്ച് വർത്താനം പറയാം. അതിപ്പം അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണ്. നമ്മൾ എന്തായിരുന്നു ഭരണസമിതി തീരുമാനങ്ങൾ എടുത്തിരുന്നത്? അത് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പം നിങ്ങൾ എടുത്താൽ അത് തിരിച്ചു വെക്കുമെന്ന കമ്മിറ്റിയിൽ വളരെ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയ ആളാ. നമ്മളത് മാറ്റാൻ തീരുമാനിച്ചായിരുന്നു. ഓക്കെ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. വിജയപുരം പഞ്ചായത്തിനെ സംബന്ധിച്ച് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? മാലിന്യം സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ ഏറ്റവും വലിയ ഈ വടവാതൂർ ഈ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഡംപിംഗ് യാർഡ്. ആ ഡംപിംഗ് യാർഡിലെ പ്രശ്നങ്ങൾ അവിടെ അത് മാലിന്യം നീക്കം ചെയ്യുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മഴക്കാലമായതുകൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഹരിതകർമ്മ സേനകൾ എല്ലാ മാസവും പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള
കൂടുകൾ നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മാലിന്യം സംബന്ധിച്ച് ഇന്ന് 100% ഞങ്ങൾ ഇന്ന് ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മാലിന്യം സംബന്ധിച്ച് നീക്കം ചെയ്യുന്നതും അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കോട്ടയം ജില്ലയിൽ 10ാം സ്ഥാനമാണെന്ന് BJP പ്രതിനിധിയിലേക്ക് പോരുകയാണ്. ഇപ്പോൾ പറഞ്ഞു വഴിയോര കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞു, മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. ഇവർ പറയുന്നതെല്ലാം 100% ഓക്കെയാണ് എന്ന് പറയുന്നുണ്ട്. BJP എങ്ങനെയാണ് ഈ ഉള്ള ഒരു പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ വ്യവസായികളോടുള്ളതായ സാധാരണക്കാരും ആയിട്ടുള്ള വ്യവസായികളോടുള്ളതായ കാഴ്ചപ്പാട് നരേന്ദ്രമോദി സർക്കാർ ഈയിടെ എടുത്ത തീരുമാനം നമ്മൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. GST പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു. ചില ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു. ചിലതിലേക്ക് വെറും 5% കുറച്ചിരിക്കുകയാണ്. അപ്പം വ്യാപാരികളോടുള്ളതായ എത്രയോ കൃത്യമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ സൂചിപ്പിച്ച 2 പക്ഷത്തും ആൾക്കാർ ഇവരുടെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ളതായ ചർച്ചകളാണ് ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇവരുടെ നിന്ന് വരുന്നത്. ഇപ്പോൾ ഇവിടെ വഴിയോര കച്ചവടക്കാരെ സംബന്ധിച്ചും അല്ലാത്ത വ്യാപാരികളെ സംബന്ധിച്ചുള്ളതായ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ആപ്പിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന് സംസാരിച്ച വ്യക്തിയുടെ പേര് എനിക്കറിയില്ല, എങ്കിലും അദ്ദേഹം സൂചിപ്പിച്ചതായ അവരുടെ ഹൃദയത്തിൽ തട്ടുന്നതായ ചില വിഷയങ്ങൾ തന്നെയാണ്. ലക്ഷക്കണക്കിന് രൂപ കോൺട്രിബ്യൂഷൻ കൊടുത്തോ അല്ലെങ്കിൽ വാടക ഇനത്തിലോ മുടക്കിയാണ് ഓരോ വ്യവസായികളും ഇവിടെ വ്യാപാരം നടത്തിയിരിക്കുന്നത്. തൊട്ട് മുൻപിൽ തന്നെ കൊണ്ടുവന്നിട്ട് നമുക്കറിയാം ലക്ഷക്കണക്കിന് രൂപ മുടക്കി വലിയ മീൻ കച്ചവടം നടത്തുന്ന കടകളുടെ തൊട്ട് മുമ്പിൽ തന്നെ തട്ടുകട ഇട്ട് അവിടെ കൊണ്ട് മീൻ വിൽക്കുന്നു. അപ്പോൾ ആരാണെങ്കിലും നമ്മൾ ഏതൊരാളാണെങ്കിലും തൊട്ടടുത്ത് വഴിയരി കിട്ടുമ്പോഴത്തേക്ക് അവിടെ കയറി മേടിച്ചുകൊണ്ട് പോകുന്നു, മറ്റു കടയിലേക്ക് കയറുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഈ ഭരണസമിതി ഒരു പഞ്ചായത്തിന് കീഴിലാകുമ്പോഴത്തേക്ക് അവർ തന്നെ വേണം അതിന് മുൻകൈ എടുക്കാനായിട്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് വന്നിരുന്നുകൊണ്ട് ഈ തട്ടുകടകൾ കംപ്ലീറ്റും ഭായിമാരാണ് ഇതെല്ലാം വിൽക്കുന്നത്. നമുക്കറിയാം, അല്ലാതെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ളവർ തീരെ കുറവാണ്. അപ്പോൾ ഇവരെ 2 കൂട്ടർക്കും ക്ഷതമാകാത്ത രീതിയിലുള്ളതായ ഒരു പരിഹാരം ഉണ്ടാക്കി അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം, പുതിയ കാഴ്ചപ്പാടുകൾ കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നതിൻ്റെ കാര്യമാണിത്. ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്നതോടൊപ്പം അവർക്ക് തട്ടുകട ഇടണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൂടെ ഇവിടെ ചെയ്തു കൊടുക്കണം. അതല്ലാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് വ്യാപാരികളിലും വ്യവസായികളും ഇന്ന് അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകാതെ നമ്മളതിന് പടപ്പ് തെല്ലിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് അതിനകത്ത് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളിനി ഒരു അവസാന സെക്ഷനിലേക്ക് പോവുകയാണ്. LDF അടുത്ത തവണ ഇവിടെ പഞ്ചായത്തിൽ ജയിച്ച് ഭരണത്തിലേക്ക് വന്നാൽ എന്തൊക്കെ ചെയ്തിരിക്കും? ഞങ്ങൾ ഇവിടെ ജയിച്ച് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം കോട്ടയം ജില്ലയിൽ തന്നെ ഒരു ഫ്ലാറ്റ് സർക്കാരിന് പണിതത് വിജയപുരം പഞ്ചായത്തിലാണ്. ഇത് പണിയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി സർക്കാരിന് കൈമാറും. ഈ ഭൂമി വാങ്ങിയത് ഇവിടെ LDF ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭൂമി വാങ്ങി സർക്കാർ വീട് വെച്ച് 48 കുടുംബങ്ങൾക്ക് ഇന്ന് അടച്ചുറപ്പുള്ളൊരു ഭവനമായിട്ടും. അത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, നമ്മൾ സർക്കാർ ഏതാണ്ട് 4 ലക്ഷത്തോളം വീട് ഇപ്പോൾ തന്നെ വെച്ചുകൊണ്ട് 1 ലക്ഷം വീട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ആളുകൾക്കും വിജയപുരം പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഭവനം എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നിപ്പം അജൈവ മാലിന്യം മാത്രമേ നമ്മളിവിടെ ശേഖരിക്കുന്നുള്ളൂ. പ്ലാസ്റ്റിക് മുഴുവൻ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുകയും അതുപോലെ തന്നെ ശാസ്ത്രീയമായി അത് സംസ്കരിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ആ മേഖലകളിൽ പുതിയ കാൽവെപ്പ് കേവലമായ അർത്ഥത്തിൽ അത് ഡംപ് ചെയ്യില്ല, മറിച്ച് അതിലൂടെ ഊർജം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ പദ്ധതി വിപുലീകരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം കൊടുക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കും. ഇപ്പോൾ തന്നെ പല വാർഡിലും കുടിവെള്ള ക്ഷാമം, ഒരു 2 വെയിൽ കണ്ട കുടിവെള്ളം ക്ഷാമം ഉണ്ടാകുന്ന വിവിധ വാർഡുകൾ ഈ പഞ്ചായത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ പാവപ്പെട്ടവർക്കും കുടിവെള്ളം വിതരണം ചെയ്യുവാനുള്ള പദ്ധതി ആവിഷ്കരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ കോട്ടയവുമായി ഏറ്റവും അടുത്ത കിടക്കുന്ന ഒരു പഞ്ചായത്താണ്, നഗര സ്വഭാവമുള്ള ഒരു പഞ്ചായത്താണ്. അതിൻ്റെ ആ ഒരു പ്രയാസം ഉൾക്കൊണ്ടു നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലൊരു കളിസ്ഥലമില്ല. നമുക്കിപ്പോൾ മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെക്കുറിച്ചും മറ്റ് ഇതര ആൻറ്റി സോഷ്യൽ ഇടപാടുകളെക്കുറിച്ചൊക്കെ നമ്മൾ വാതോരാതെ സംസാരിക്കുമെങ്കിൽ പോലും ഒരു കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊന്ന് ഒത്തുകൂടുവാനും കളിക്കുവാനും അവരുടെ കായികപരമായ കരുത്ത് വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ സാംസ്കാരികമായ ഇടപെടലുകൾ നടത്തുവാനും പര്യാപ്തമായ ഒരു ഇടം
പൊതു ഇടം ഇന്ന് വിജയപുരം പഞ്ചായത്തിൽ ഇല്ല, ഉള്ളതുപോലും സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ സാംസ്കാരിക ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകും. അതുപോലെ തന്നെ നമുക്കറിയാം കോട്ടയത്ത് തന്നെ ഏറ്റവും അധികം സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് വിജയപുരം പഞ്ചായത്ത് എന്ന് പറയുന്നത്. കേന്ദ്രീയ വിദ്യാലയമുണ്ട്, നവോദയ വിദ്യാലയമുണ്ട്, അനവധി പ്രശസ്തമായ സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സാധാരണക്കാരനെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഈ കുട്ടികളുടെ സഹായത്തോടു കൂടി അതുപോലെ തന്നെ സ്കൂളുകളുടെ സഹായത്തോടു കൂടിയൊക്കെ സംഘടിപ്പിക്കാൻ കഴിയും. അങ്ങനെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നല്ല ഒരു ഐശ്വര്യസമ്പൂർണ്ണമായ ഒരു ജീവിതം കരഗതമാക്കാൻ പര്യാപ്തമായ രൂപത്തിലേക്ക് പ്രവർത്തിക്കും എന്ന് ഇവിടെ വെച്ച് ഉറപ്പ് നൽകുന്നു. ഓക്കെ. ഇനി BJP പ്രതിനിധിയിലേക്കാണ്. അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു? ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് എന്തൊക്കെ ഈ വിജയപുരം പഞ്ചായത്തിന് വേണ്ടി BJPക്ക് ചെയ്യാനായിട്ട് സാധിക്കും? വർഷങ്ങളായി നമ്മുടെ ഈ വിജയപുരം പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായ പ്രവർത്തനങ്ങൾക്കൊരു മാറ്റമാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വികസനം എന്നത് സുസ്ഥിരമായ വികസനം എന്ന സുദീർഘമായൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് വളരെ കൺജസ്റ്റഡ് ഏരിയ ആയിട്ടാണ്, വളരെ ചുരുങ്ങിയ സമയം കിട്ടുന്നതുകൊണ്ട് ഞാൻ വളരെ കൺക്ലൂഡ് ആയിട്ട് പറയുകയാണ്. നമ്മുടെ ഈ വിജയപുരം പഞ്ചായത്തിരിക്കുന്ന ഈ സ്ഥലം ഒരു 2 വാഹനങ്ങൾ വന്നാൽ ഇന്നിപ്പം നമ്മുടെ ഈ ദൃശ്യ ചാനലുകാർ ഇന്ന് ഇവിടെ ഈ നടക്കുന്ന ഇതിനെക്കുറിച്ച് നടത്തുന്ന ആ പ്രോഗ്രാമിന് ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് അവരുടെ വാഹനം ഇട്ടിരിക്കുന്നത്. പിന്നീട് ഒരു സ്കൂട്ടറുകാരൻ വന്ന് ഇതിനകത്തേക്ക് കയറാനായിട്ട് ഇടയില്ലാത്ത അത്രമാത്രം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് പ്രവർത്തിക്കുന്നത്. വിപുലമായൊരു സ്ഥലം കണ്ടെത്തി വളരെ ചുരുങ്ങിയ കാലത്ത് തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിന് മുൻപ് ഇവിടെ നടന്നിരുന്നു. അന്ന് ഏതാണ്ട് 2,90,000 രൂപയ്ക്ക് സെൻറ്റിന് ഈ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ സ്ഥലം ലഭ്യമാകുന്ന ഒരു സാഹചര്യം സംജാതമായിരുന്നു. എന്നാൽ അത് ഏതാനും ചില പിടിപ്പേടുകൾ കൊണ്ടും ചിലരുടെ പിടിവാശി കൊണ്ടും അത് നടക്കാതെ പോയതാണ്. അങ്ങനെയുള്ളതായ ഏറ്റവും ഉപകാരപ്രദമായ വസ്തു മേടിച്ച് വിപുലമായൊരു പഞ്ചായത്ത് കെട്ടിടം പണിയുന്നതാണ്. ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ തമ്മിലുള്ളതായ മത്സരവും അവരുടെ വായിൽ നിന്നുണ്ടാകുന്നതായ ചില അനാവശ്യ സംസാരങ്ങളും കേട്ട് കഴിയുമ്പോൾ വരുന്ന ജനങ്ങൾ പലരും തിരിച്ചു പോകുന്നതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവരെത്രമാത്രം മേനി നേടിച്ച കാര്യം പറഞ്ഞെന്നാലും ഈ UDF ഉൾപ്പെടുന്നതായ ഈ ഭരണസമിതിയിൽ ഇന്നിവിടെ സംജാതമാകുന്നതായ പല തമ്മിലടികളും പൊതുജനങ്ങളുടെ ഇടയിൽ നാട്ടിൽ പാട്ടാണ്. അത് അവരെത്രമാത്രം മൂടി വെക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. സൂര്യൻ അസ്തമിച്ചു വരുന്ന സമയത്തിന് ശേഷം വീണ്ടും തെളിയും. പാരിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ താമര തന്നെ വിരിയും എന്നതുപോലെ ഇവിടെ നടക്കുന്നതായ ഓരോ കാര്യങ്ങളും ഇവിടെ നാട്ടിൽ മൊത്തം പാട്ടാണ്. അതുകൊണ്ട് ഇവർ ഓരോരുത്തരും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ ടൂറിസത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ടൂറിസം പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ പൊൻപള്ളി പാലത്തിന് താഴെ ഒരു ബോട്ട് ജെട്ടിക്ക് വേണ്ട സൗകര്യം ഇണക്കിയിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് സംസാരിച്ചതായ UDFൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ സുരേഷ് ബാബു പറഞ്ഞു അവിടെ ഷട്ടർ ഇട്ടിട്ട് കൃഷിക്ക് വേണ്ട വെള്ളം അധികം വരുന്നതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ട ഏർപ്പാട് ചെയ്യുന്നു. ഒരാൾ അവിടെ നിന്ന് ബോട്ട് ജെട്ടി കൊണ്ടുവന്ന് ബോട്ട് ഇവിടെ നിന്ന് മുണ്ടക്കയത്തു നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുമാണ് ബോട്ട് ഇവിടെ വരുന്നത്. അവിടെ പൊൻപള്ളി പാലത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ബോട്ട് പോകാൻ സാറ് പോയി ശ്രദ്ധിച്ചാലറിയാം. ഒരു ബോട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ഏത് രീതിയിലുള്ള ടൂറിസം പദ്ധതിയാണ്? ഇവിടെ എല്ലാം വലിയ ഫ്ലെക്സുകൾ വെക്കുക. BJP എന്ത് ചെയ്യാൻ പറ്റും? പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ സമൂഹത്തിന് വേണ്ടതായ എല്ലാ രീതിയിലുള്ളതായ ആനുകൂല്യങ്ങളും, അതായത് നമ്മൾ ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി വിജയപുരം പഞ്ചായത്തിലെ റോഡുകളെക്കുറിച്ച്, ജൽജീവൻ മിഷന് വേണ്ടിയിട്ട് കുഴിയെടുത്ത് നശിച്ചു കിടക്കുന്ന ഇതിനെക്കുറിച്ചും ഞങ്ങൾ ഗ്രാമീൺ സടക്ക് യോജന എന്ന് പറയുന്നതായ കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയുണ്ട്. ആ ഗ്രാമീൺ സടക്ക് യോജനയിൽ പെടുത്തി കഴിഞ്ഞാൽ 100% ഇങ്ങനെയുള്ളതായ റോഡുകളുടെ സംരക്ഷണം ഞങ്ങളെ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നു എന്നാണ്. ഇവിടെ കൃഷിക്കാരുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ പറയുകയുണ്ടായി. നെൽകൃഷിക്കാരായിക്കോട്ടെ, റബ്ബർ കർഷകരായിക്കോട്ടെ, അവർക്ക് യാതൊരു രീതിയിലുള്ളതായ സബ്സിഡികളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാം. PRS കൊടുക്കുകയാണ്. ഇവിടെ ഈ നെല്ലിൻ്റെ ഏതാണ്ട് 35 ലക്ഷം രൂപ കൊടുത്തതായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ 35 ലക്ഷം രൂപയോളം ചെലവഴിച്ചതായിട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. 35 ലക്ഷം രൂപ ഈ പഞ്ചായത്തിൽ നിന്ന്, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും പോക്കറ്റിൽ കിടക്കുന്ന ഈ പൈസ 35 ലക്ഷം രൂപ ഇവിടുത്തെ ഏതാനും ചുരുങ്ങിയ ചില കർഷകരിലേക്ക് കൊടുക്കുമ്പോൾ 1 കിലോ നെല്ലിന് എത്ര രൂപ വില വന്നിട്ടു, എത്ര കിലോ നെല്ല് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, അതിനൊരു പരിഹാരമാണ് അവർ കണ്ടെത്തേണ്ടത്. അങ്ങനെയുള്ളതായ സ്ഥലങ്ങളിൽ നമ്മൾ കിസാൻ കൃഷി വികസനത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ഫണ്ട് രൂപീകരിക്കുകയും സമ്പൂർണ്ണമായിട്ടും കൃഷിക്ക് ആവശ്യമായ സബ്സിഡിയോടുകൂടി അവരെ സഹായിക്കുകയും ഈ PRS എന്ന നിലയിൽ നിന്നുള്ളതായ ആ കഷ്ടപ്പാടുകൾ, കർഷകരുടെ ആത്മഹത്യകൾ ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്.
1238 ആൾക്കാർക്ക് ഞങ്ങൾ ഈ വിജയപുരം പഞ്ചായത്തിൽ തന്നെ കിസാൻ സമ്മാൻ നിധിയിൽ കൂടി നമ്മൾക്ക് 3 മാസം കൂടുമ്പോൾ 2000 രൂപ വെച്ച് കൊടുത്ത് തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയും പറയാൻ വളരെയേറെ ഉണ്ട്, എങ്കിലും സമയക്കുറവ് മൂലമാണ് 70 വയസ്സ് കഴിഞ്ഞ ഓരോരുത്തർക്കും നമ്മൾ സൗജന്യമായ ഇൻഷുറൻസ് പദ്ധതികൾ ചികിത്സാനുകൂല്യം സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കാൻ ഇവിടെ അങ്ങനെയുള്ള നിലവിൽ കൊടുക്കുന്നുണ്ടോ? നിലവിൽ കൊടുക്കുന്നുണ്ടോ? ഇനി കൊടുക്കാൻ പോകും. ഞങ്ങളുടെ കാഴ്ചപ്പാടിനകത്ത് തീർച്ചയായിട്ടും. ഓക്കെ. അടുത്തതായി UDF പ്രസിഡന്റിനോട് തന്നെയാണ്. എന്തായിരിക്കും ഇനിയും ഒന്ന് തുടർച്ചയായിട്ടുള്ള ഭരണത്തിലേക്ക് വന്നാൽ? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, വ്യാപാരി വ്യവസായികളുടെ ഈ ആവശ്യം അത് അവരുടെ അനുഭാവപൂർവമായൊരു നടപടി. ഞങ്ങൾ അധികാരത്തിലേറിയാൽ 6 മാസത്തിനുള്ളിൽ തന്നെ വഴിയോര കച്ചവടക്കാരെ മാറ്റുമെന്നുള്ള കാര്യം ഇവിടെ ഉറപ്പ് പറയുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുൻകെടുത്തത് കുറേ ഈ പറയുന്ന പോലെ ഞങ്ങൾക്കൊരു പ്രതിപക്ഷം എന്ന നിലയിൽ, പഞ്ചായത്തിന് പ്രതിപക്ഷമില്ല, പക്ഷേ എങ്കിലും ഇതിനോട് വിയോജിക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ വിയോജിക്കുന്നവരെ നിങ്ങൾ വീട്ടിലിരുത്തുവാണെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ടിത് ചെയ്തു തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് മീനന്ത്രയ ടൂറിസമാണ്. അത് ഞങ്ങൾക്ക് പലപ്പോഴും നടപ്പാക്കാൻ പോകുന്നത് നമുക്കറിയാം, സർക്കാരിൽ നിന്നുള്ള അനുകൂലമായൊരു നിലപാട് നമുക്ക് സാമ്പത്തിക ഫണ്ടുകൾ ലഭിക്കാതെ പോയതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, പതിനായിരക്കണക്കിന് ആൾക്കാരാണ് കാർണിവൽ പ്രോഗ്രാമിലൂടെ എത്തുന്നത്. അപ്പോൾ ആ ടൂറിസം മേഖല ഏറ്റവും വിപുലീകരിക്കുമ്പോഴത്തേക്കും ആ ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് അവരുടെ തൊഴിൽ സംബന്ധിച്ച് ഒട്ടേറെ നേട്ടങ്ങളുണ്ടാവും, ഓരോ കുടുംബങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും മുൻകെടുക്കുന്നത് ടൂറിസം മേഖല തന്നെയാണ്. അതുപോലെ തന്നെ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ 15 സെൻറ്റ് സ്ഥലം ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ച് പൊതുജനങ്ങൾക്ക്, ഇവിടുത്തെ BPL കുടുംബങ്ങൾക്ക് സബ്സിഡി ഇനത്തിൽ, അതായത് CSR ഫണ്ടുകൾ ഉപയോഗിച്ച് അവർക്ക് സബ്സിഡി നൽകി ഭക്ഷ്യസാധനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയും നമ്മുടെ ശ്മശാനത്തിൻ്റെ നിർമ്മാണത്തിലൂടെ പൈസ ചെലവഴിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറി. പക്ഷേ ഈ അടുത്ത ഭരണസമിതി എന്നാൽ അത് ആദ്യം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ എടുക്കും. അതുപോലെ വഴിവിളക്കുകളിൽ വലിയൊരു പരാതികളുണ്ട്. ആ വഴിവിളക്ക് പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ കമ്മിറ്റി തന്നെ നമ്മൾ ഇവിടെ ഒരു വിജയവീതി എന്ന് പറയുന്നൊരു പദ്ധതി, അത് പഞ്ചായത്ത് തന്നെ വണ്ടി ഉപയോഗിച്ച് ആളുകളെ വെച്ച് യഥാസമയം ഒരു മരണ വീട്ടിൽ പെട്ടെന്നൊരു ബൾബ് പോയാൽ ഇടുന്ന തരത്തിലേക്ക് ആ വഴിവിളക്കുകൾ നൽകുന്നതിനും ഉള്ള കാര്യങ്ങൾ വെച്ചു. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ ഞങ്ങൾ നിലവിൽ തന്നെ ക്ഷാമമുള്ളിടത്ത് പരിഹരിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് ഇപ്പോൾ ജലജീവൻ പദ്ധതിയുടെ 2026-28 വരുവുള്ളൂ എന്നാണ് പറയുന്നത്. എങ്കിലും പഞ്ചായത്തിനനുസരിച്ച് ചെറിയ കുടിവെള്ള പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ദോഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്, കൗമാരക്കാർക്ക് ഒരു കളിസ്ഥലം എന്നുള്ളതാണ്. നമുക്ക് നിലവിൽ കളിസ്ഥലം ഇവിടെ ഇല്ല. ഇവിടെ ഈ ഒരു നഗര സ്വഭാവമുള്ള ഒരു പഞ്ചായത്തായതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സ്ഥലം സർക്കാരിൻ്റെ ഇത് ലഭ്യമാകാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് നടത്തായിരുന്നത്. പക്ഷേ ഈ ഒരു 3 കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ ചെയ്യും. അതുപോലെ കൃഷി, അതിനൊരു തീരുമാനം ചില നിയമപ്രശ്നങ്ങൾ കാരണമാണ് ആ ഹൈടെക് രീതിയിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ തീരുമാനം എടുത്തിരുന്നു. അതിലെല്ലാം ഉപരി ഞങ്ങൾക്ക് ഈ ഒരു വർഷം സാധാരണ ഇവിടെ പറഞ്ഞപ്പോൾ 5 വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് പലരും ഇവിടെ എതിർ പ്രതിനിധികളെല്ലാം ഇവിടെ പറഞ്ഞെങ്കിൽ ഈ ഭരണസമിതിക്ക് കോവിഡ് കാലഘട്ടം ശേഷം 3 വർഷമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ 3 വർഷത്തിലാണ് ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കാണിച്ചത്. അത് ഈ നാട്ടിൽ മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളല്ലേ. കോവിഡ് കാരണം ജനത്തിന് വെളിയിലിറങ്ങാൻ മേലായിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ വികസന പ്രവർത്തനം, ആ 3 വർഷം കൊണ്ട് ഞങ്ങൾ 30 വർഷത്തെ പ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ളത് ഞങ്ങൾ ശാസ്ത്രമായിട്ട് എടുക്കുന്നു. ഓക്കെ. ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 കോട്ടയം ജില്ലയിലെ വിജയപുരം പഞ്ചായത്തിലാണ് ഇന്ന് നടന്നത്. വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും വികസനം നടക്കാത്തതിനെക്കുറിച്ചും ഉള്ള ചർച്ചകൾ ഗംഭീരമായി നടന്നു. പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ പങ്കെടുത്തത്. ഓരോരുത്തരും ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വിഭാവനം ചെയ്യുന്ന പുതിയ പദ്ധതികൾ എന്നുവരെയുള്ള ചർച്ചകൾ ഇവിടെ നടന്നു. ഇവിടെ പങ്കെടുത്ത ജനപ്രതിനിധികൾക്കും നന്ദി, പൊതുജനങ്ങൾക്കും, വിജയപുരം പഞ്ചായത്തിലെ പൊതുജനങ്ങൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അടുത്ത പഞ്ചായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട്ട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു.
2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures.